നാരായണ. ഹരി ഓം ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. ഓം ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ. ഗുരവേ സർവലോകാനാം ഭിഷജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ. ജന്മാദ്യസ്യ യതോന്വയാദിതരതശ്ചാർത്ഥേഷ്വഭിജ്ഞസ്വരാട് തേനേ ബ്രഹ്മഹൃദായ ആദികവയേ മുഹ്യന്തി യത്സൂരയഃ. തേജോ വാരിമൃതാം യദാ വിനിമയോ യത്ര ത്രിസർഗോ മൃഷാ ധാംനാ സ്വേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. ധർമ്മപ്രോജ്ജിതകൈതവോത്ര പരമോ നിർമ്മൽസ്വരാണാം സദാം വേദ്യം വാസ്തവമത്ര വസ്തു ശിവദം താപത്രയോന്മൂലനം. ശ്രീമദ്ഭാഗവതേ മഹാമുനികൃതേ കിം വാ പരൈരീശ്വരഃ സദ്യോ ഹൃദ്യവരുധ്യതേത്ര കൃതിഭിഃ ശുശ്രൂഷുഭിസ്തൽക്ഷണാത്. നിഗമകൽപതരോർഗളിതം ഫലം സുഖമുഖാദമൃതദ്രവ സംയുതം പിബത ഭാഗവതം രസമാലയം മുഹുരഹോ രസികാ ഭുവി ഭാവുകാഃ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. യം പ്രവ്രജന്തമനുപേതമപേതകൃത്യം ദ്വൈപായനോ വിരഹകാതര ആജുഹാവ. പുത്രേതി തന്മയതയാ തരവോഭിനേതുഃ തം സർവഭൂതഹൃദയം മുനിമാനതോസ്മി. യസ്വാനുഭാവമഖിലശ്രുതിസാരമേകം അധ്യാത്മദീപമതിതിദീർഷതാം തമൗന്തം സംസാരിണാം കരുണയാഃ പുരാണഗുഹ്യം തം വ്യാസസൂനുമുപയാമി ഗുരും മുനീനാം. മൂകം കരോതി വാചാലം പങ്കും ലംഘയത്തെ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. യം ബ്രഹ്മാ വരുണേന്ദ്രരുദ്രമരുതഃ സ്തുന്വന്തി ദിവ്യൈസ്തവൈഃ വേദൈഃ സാംഗപദക്രമോപനിഷദൈഃ ഗായന്തി യം സാമഗാഃ. ധ്യാനാവസ്ഥിതതദ്ഗതേന മനസാ പശ്യന്തി യം യോഗിനോ യസ്യാന്തം ന വിദുഃ സുരാസുരഗണാഃ. ദേവായ തസ്മൈ നമഃ. കോമളം കൂജയൻ വേണും ശ്യാമളോയം കുമാരകഃ വേദവേദ്യം പരം ബ്രഹ്മ ഭാസതാം പുരതോ മമ. ഭൂതൈർമഹദ്ഭിര്യ ഇമാ പുരോ വിഭുഃ നിർമായ ശേതേ യദമൂഷു പൂരുഷഃ. ഭുങ്ക്തേ ഗുണാൻ ഷോഡശാത്മകഃ സോലങ്കൃഷീഷ്ട ഭഗവാൻ വജാംസി മേ. സച്ചിദാനന്ദരൂപായ വിശ്വോത്പത്യാദിഹേതവേ താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയം നുമഃ. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. നമഃ പങ്കജനാഭായ നമഃ പങ്കജമാലിനേ നമഃ പങ്കജനേത്രായ നമസ്തേ പങ്കജാംഗ്രയേ. പീതാംബരം കരവിരാജിതശംഖചക്രകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. വാകാലയേശമനിശം ഹൃദി ഭാവയാമി. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ.
ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ശ്രീ ഗുരുവായൂരപ്പാ ശരണം. ഓം നമഃ പരമഋഷിഭ്യോ നമഃ പരമഋഷിഭ്യഃ. ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും സുപ്രഭാതം, ശുഭദിനം, സുസ്വാഗതം. ശ്രീമദ് ഭാഗവത ജ്ഞാനഗംഗ ശ്രീകൃഷ്ണ ലീലാമൃതം കാത്യായനി വ്രതം എന്ന ഭാഗത്തേക്ക് ഏവർക്കും സുസ്വാഗതം. ദശമസ്കന്ധം 22-ാം അധ്യായമാണ് കാത്യായനി വ്രതം. ഇന്നലെ നമ്മൾ തുടങ്ങി വെച്ചു. 13 ശ്ലോകങ്ങൾ ഇന്നലെ കണ്ടു. ബാക്കി തുടർന്ന് കാണണം. നമുക്ക് വായിക്കാം ആദ്യം തൊട്ട്. ഓം നമോ ഭഗവതേ വാസുദേവായ. അഥ ശ്രീമദ്ഭാഗവതേ ദശമസ്കന്ധേ പൂർവാർദ്ധേ 22-തമോऽധ്യായഃ. ശ്രീശുക ഉവാച. ഹേമന്തേ പ്രഥമേ മാസീ നന്ദവ്രജകുമാരികാः ചേരുർഹവിഷ്യം ഭുഞ്ജാനാः കാത്യായന്യർച്ചനവ്രതം ആപ്ലുത്യാംബസി കാളിന്ദ്യാജലാന്തേ ചോദിതേ അരുണേ കൃത്വാ പ്രതികൃതിം ദേവീം ആനർച്ചുഃ നൃപസൈകതീം ഗന്ധൈർമാല്യൈ സുരഭിഭിഃ ബലിഭിർധൂപദീപകൈഃ ഉച്ചാവചൈശ്ചോപഹാരൈഃ പ്രവാളഫലതണ്ഡുലൈഃ കാത്യായനി മഹാമായേ മഹായോഗിന്യധീശ്വരി നന്ദഗോപസുതം ദേവീ പതിം മേ കുരുതേ നമഃ. കാത്യായനി മഹാമായേ മഹായോഗിന്യധീശ്വരി നന്ദഗോപസുതം ദേവീ പതിം മേ കുരുതേ നമഃ. കാത്യായനി മഹാമായേ മഹായോഗിന്യധീശ്വരി നന്ദഗോപസുതം ദേവീ പതിം മേ കുരുതേ നമഃ. ഇതി മന്ത്രം ജപന്ത്യസ്താ പൂജാം ചക്രുകുമാരികാഃ. ഏവം മാസം വ്രതം ചേരുഃ കുമാര്യഃ കൃഷ്ണചേതസഃ ഭദ്രകാളീം സമാനർച്ചുഃ ഭൂയാത് നന്ദസുതഃ പതിഃ. ഉഷസ്യുത്ഥായ ഗോത്രൈഃ സ്വൈഃ അന്യോന്യാബദ്ധബാഹവഃ കൃഷ്ണമുച്ചൈർജഗുരുയാന്ത്യഃ കാളിന്ദ്യാം സ്നാതുമന്വഹം. നദ്യാം കദാചിദാഗത്യ തീരേ നിക്ഷിപ്യ പൂർവവത് വാസാംസി കൃഷ്ണം ഗായന്ത്യോ വിജഹ്രുഃ സലിലേ മുദാ. ഭഗവാൻ തദഭിപ്രേത്യ കൃഷ്ണോ യോഗേശ്വരേശ്വരഃ വയസ്യൈരാവൃതസ്തത്ര ഗതസ്തത്കർമ്മ സിദ്ധയേ. താസാം വാസാംസ്യുപാദായ നീപമാരുഹ്യ സത്വരഃ അസദ്ഭിഃ പ്രഹസൻ ബാലൈഃ പരിഹാസം ഉവാചഃ. അത്രാഗത്യാബലാ കാമം സ്വം സ്വം വാസഃ പ്രഗൃഹ്യതാം സത്യം ബ്രവാണിനോ നർമ്മ യദ്യൂയം വ്രതകർഷിതാഃ. ന മയോദിതപൂർവം വാ അനൃതം തദിമേ വിദുഃ ഏകൈകശഃ പ്രതീച്ഛധ്വം സഹൈവോത സുമധ്യമാഃ. തസ്യ തക്ഷ്വേളിതം ദൃഷ്ട്വാ ഗോപ്യഃ പ്രേമപരിപ്ലുതാഃ വ്രീഡിതാഃ പ്രേക്ഷ്യ ചാന്യോന്യം ജാതഹാസാ ന നിര്യയുഃ. ഏവം ബ്രുവതി ഗോവിന്ദേ നർമ്മണാക്ഷിപ്തചേതസഃ ആകണ്ഡമഗ്നാശീതോ ദേവേപമാനാസ്തമബ്രുവन् മാനയം ഭോഃ കൃതാസ്ത്വാം തു നന്ദഗോപസുതം പ്രിയം ജാനീമോऽംഗവ്രജശ്ലാഘ്യം ദേഹി വാസാംസി വേപിതാഃ. ശ്യാമസുന്ദരതേ ദാസ്യഃ കരവാമ തവോദിതം ദേഹി വാസാംസി ധർമ്മജ്ഞ നോ ചേദ്രാജ്ഞേ പ്രബ്രുവാമഹേ. ശ്രീഭഗവാനുവാച. ഭവത്യോ യദി മേ ദാസ്യോ മയോക്തം വാ കരിഷ്യത അത്രാഗത്യ സ്വവാസാംസി പ്രതീച്ഛന്തു ശുചിസ്മിതാഃ. തതോ ജലാശയാത് സർവാ ദാരികാ ശീതവേപിതാഃ പാണിഭ്യാം യോനിമാച്ഛാദ്യ പ്രോക്തേരുഃ ശീതകർഷിതാഃ. ഭഗവാൻ ആഹതാവീക്ഷ്യ ശുദ്ധഭാവപ്രസാദിതഃ സ്കന്ധേ നിധായ വാസാംസി പ്രീതഃ പ്രോവാച സസ്മിതം. യൂയം വിവസ്ത്രാ യദപോ ധൃതവ്രത വിഗാഹദൈതത്തതു ദേവഹേളനം
ബദ്ധ്വാഞ്ജലിം മൂർധ്ന്യപനുക്തയം ഹസഃ കൃത്വാ നമോധോ വസനം പ്രഗൃഹ്യതാം ഇത്യച്യുതേനാഭിഹിതാ വ്രജാബലാ മത്വാ വിവസ്ത്രാപ്ലവനം വ്രതച്യുതിം തത്പൂർത്തികാമാസ്തദശേഷകർമ്മണാം സാക്ഷാത്കൃതം നേമുരവദ്യമൃഗ്യതഃ താസ്തദാവനതാ ദൃഷ്ട്വാ ഭഗവാൻ ദേവകീസുതഃ വാസാംസി താഭ്യഃ പ്രായച്ഛത് കരുണസ്തേന തോഷിതഃ ദൃഢം പ്രലബ്ധാസ്ത്രപയാ ച ഹാപിതാഃ പ്രസ്തോഭിതാ ക്രീഡനവച്ഛകാരിതാഃ വസ്ത്രാണി ചൈവാപഹൃതാന്യദാപ്യമും താനാഭ്യസൂയൻ പ്രിയസംഗനിർവൃതാഃ പരിധായ സ്വവാസാംസി പ്രേഷ്ടസംഗമസജ്ജിതാഃ ഗൃഹീതചിത്താനോ ചേലുഃ തസ്മിൻ ലജ്ജായിതേ ക്ഷണാഃ താസാം വിജ്ഞായ ഭഗവാൻ സ്വപാദസ്പർശകാമ്യയാ ധൃതവ്രതാനാം സങ്കൽപ്പം ആഹ ദാമോദരോ അബലാഃ സങ്കൽപ്പോ വിദിതഃ സാദ്യോ ഭവതീനാം മദർച്ചനം മയാനുമോദിതസ്വോऽസൗ സത്യോ ഭവിതുമർഹതി ന മയ്യാവേശിതധിയാം കാമഃ കാമായ കൽപ്പത്തെ വർജിതാ ക്വദിതാ ദാനാ പ്രായോ ബീജായ നേഷ്യത്തെ യാതാബലാവ്രജം സിദ്ധാ മയേ മാം ദ്രംസ്യതക്ഷപാഃ യദുദ്ദിശ്യ വ്രതമിദം ചേരുരാര്യാർച്ചനം സതീ. ശ്രീശുക ഉവാച ഇത്യാദിഷ്ടാ ഭഗവതാ ലബ്ധകാമാഃ കുമാരികാഃ ധ്യായന്ത്യസ്തൽപദാംഭോജം കൃത്സ്രാദ് നിർവിവിശുർവ്രജം അദഗോപൈഃ പരിവൃതോ ഭഗവാൻ ദേവകീസുതഃ വൃന്ദാവനാദ്ഗതോ ദൂരം ചാരയൻ ഗാസഹാഗ്രജഃ നിദാഘാർഖാതപേ തിഗ്മേ ഛായാഭിസ്വാഭിരാത്മനഃ ആദപത്രായിതാൻ വീക്ഷ്യ ദ്രുമാൻ ആഹ പ്രചൗകസഃ ഹേ സ്തോകകൃഷ്ണ ഹേ അംശോ ശ്രീരാമൻ സുബലാർജുന വിശാലശ്രവ തേജസ്വിൻ ദേവപ്രസ്ഥവരൂധവ പശ്യതൈതാൻ മഹാഭാഗാൻ പരാർത്ഥൈകാന്തജീവിതാൻ വാദവർഷാദമഹിമാൻ സഹന്തോ വാരയന്തി നഃ അഹോ യേഷാം വരം ജന്മ സർവപ്രാണ്യുപജീവനം സുജനസ്യേവ യേഷാം വൈ വിമുഖാ യാന്തി നാർത്തിനഃ പത്രപുഷ്പബലച്ഛായാ മൂലവൽക്കലദാരുഭിഃ ഗന്ധനിര്യാസഭസ്മാസ്ഥിതോക്മൈ കാമാൻ വിതന്വത്തെ ഏതാവജ്ജന്മ സാഫല്യം ദേഹിനാമിഹ ദേഹിഷു പ്രാണൈരർത്ഥൈർധിയാ വാചാ ശ്രേയ ഏവാചരേത് സദാ ഇതി പ്രവാളസ്തബക ബലപുഷ്പദളോത്കരൈഃ തരൂണാം നമ്രശാഖാനാം മധ്യേന യമുനാം ഗതഃ തത്ര ഗാഃ പായയിത്വാപഹ സുമൃഷ്ടാ ശീതളാ ശിവാഃ തതോ നൃപഃ സ്വയം ഗോപാഃ കാമം സ്വാദുപപുർജലം തസ്യാ ഉപവനെ കാമം ചാരയന്തഃ പശൂൻ നൃപ കൃഷ്ണരാമൗ ഉപാഗമ്യ ക്ഷുധാർത്തായിദമബ്രുവൻ. ഹരി ഓം. ഇത് ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം ദശമസ്കന്ധേ പൂർവാർദ്ധേ ഗോപീവസ്ത്രാപഹാരോ നാമ ദ്വാവിംശതിതമോऽധ്യായഃ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. ഹരേ നാരായണ. ഹരി ഓം. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നമസ്കാരം. എല്ലാവർക്കും സുപ്രഭാതം, ശുഭദിനം. ഭാഗവത ജ്ഞാനഗംഗയിലേക്ക്, ശ്രീകൃഷ്ണ ലീലാമൃതത്തിലേക്ക് സുസ്വാഗതം, സുസ്വാഗതം.
കഴിഞ്ഞ അധ്യായങ്ങളിൽ ഋതുവർണ്ണനവും ഭഗവാന്റെ വേണുഗാനവും വിസ്തരിച്ച് കണ്ടു. ഈ വായിച്ച അധ്യായം കാത്യായനീ വ്രതം എന്നുള്ള ഗോപസ്ത്രീകളുടെ ഭഗവാനെ തന്നെ ഭർത്താവായി ലഭിക്കാനായിക്കൊണ്ട് ഉള്ള വ്രതമാണ്. അപ്പോൾ അതാണ് നമ്മൾ ഇന്നലെ 13 ശ്ലോകങ്ങൾ കണ്ടു ഈ അധ്യായത്തിൽ. ഇന്ന് തുടർന്ന് കാണണം. അപ്പോൾ ഹേമന്ത ഋതു, അതിലെ ആദ്യ മാസം അഥവാ കാർത്തിക മാസത്തിൽ നന്ദകുമാരിമാർ ഹവിസ് ഭുജിച്ചുകൊണ്ട് കാത്യായനി അർച്ചന ചെയ്യുന്ന വ്രതത്തെ ചെയ്തു, ചരിച്ചു. എങ്ങനെയാണ് അവർ ചരിച്ചതെന്ന് വിസ്തരിച്ചു. അരുണേച ഉദിതേ, അരുണോദയ സമയത്ത് തന്നെ കാളിന്ത്യാഹ ജലാന്തേ ആപ്ലുത്യ, അംബസി ആപ്ലുത്യ, കാളിന്തിയുടെ അംബസി ജലത്തിൽ മുങ്ങി കുളിച്ചിട്ട് സ്നാനം ചെയ്തിട്ട് ജലാന്തേ, ആ തീരത്ത് കരയിൽ തന്നെ സൈകതീം പ്രതികൃതിയും കൃത്വ ദേവീം ആനർച്ചു, സികതം കൊണ്ട് അഥവാ മണൽ കൊണ്ട് നനച്ച് ദേവിയുടെ പ്രതികൃതി നിർമ്മിച്ച് അതിലാണ് ദേവിക്ക് അർച്ചന ചെയ്തത്. ഗന്ധം, മാല്യം, അത് നല്ല സുഗന്ധമുള്ളതായിട്ടുള്ള പുഷ്പങ്ങളെ കൊണ്ടുള്ള മാലകൾ, അതുപോലെ വിവിധങ്ങളായ ബലികൾ, ധൂപദീപാദികൾ, അതുപോലെ പലതരത്തിലുള്ളതായിട്ടുള്ള ഉപഹാരങ്ങൾ, പ്രവാളം, ഫലം, തണ്ടുലം മുതലായവയൊക്കെ ഭഗവതിക്ക് സമർപ്പിച്ചുകൊണ്ട് അവർ ഭഗവതിയെ പ്രാർത്ഥിച്ചു. കാത്യായനി മഹാമായേ മഹായോഗിന്യതീശ്വരി നന്ദഗോപസുതം ദേവി പതിമേ കുരുതേ നമ. അല്ലയോ കാത്യായനി മഹാമായേ മഹായോഗിനി അതീശ്വരി ദേവി, നന്ദഗോപപുത്രനെ മേ പതിം കുരു, എനിക്ക് ഭർത്താവാക്കി ചെയ്താലും നിനക്ക് നമസ്കാരം എന്നാണ് പ്രാർത്ഥനയുടെ അക്ഷരാർത്ഥം. ഇങ്ങനെയുള്ള മന്ത്രം ജപിച്ചുകൊണ്ട് കുമാരികൾ ഭഗവതിക്ക് പൂജയെ ചെയ്തു. ഇങ്ങനെ 1 മാസം നീണ്ടു നിൽക്കുന്ന വ്രതത്തെ കൃഷ്ണനിൽ തന്നെ മനസ്സുറപ്പിച്ചുകൊണ്ട് ആ കുമാരികൾ ഭദ്രകാളിയെ നല്ലതുപോലെ പൂജിച്ചു. പ്രാർത്ഥന ഭൂയാത് നന്ദസുത പതിഹി, നന്ദസുതൻ പതിയായി ഭവിക്കണമേ എന്നുള്ള പ്രാർത്ഥനാപൂർവം. അങ്ങനെ രാവിലെ നേരത്തെ ബ്രാഹ്മമുഹൂർത്തത്തിലൊക്കെ എഴുന്നേറ്റ് അവരവരുടെ കുലത്തിലുള്ളതായിട്ടുള്ള സ്ത്രീകളോടുകൂടി അന്യോന്യം കൈകോർത്ത് പിടിച്ചുകൊണ്ട് കൃഷ്ണനെക്കുറിച്ച് ഗാനം ചെയ്തുകൊണ്ട് ആ കാളിന്തിയിലേക്ക് കുളിക്കുവാനായിട്ട് ദിവസവും യാത്ര ചെയ്തു. അങ്ങനെ ഒരിക്കൽ നദീതീരത്തെത്തി, നദീതീരത്ത് അവരുടെ വസ്ത്രങ്ങളെല്ലാം അഴിച്ചുവെച്ച് കൃഷ്ണനെക്കുറിച്ച് ഗാനം ചെയ്യുന്നവരായിക്കൊണ്ട് സലിലെ മുദാ വിജഹ്രു, സലിലത്തിൽ ആഘോഷമായിട്ട് വിഹരിച്ചു. ഭഗവാൻ ഇതറിഞ്ഞുകൊണ്ട് യോഗേശ്വരേശ്വരനായിട്ടുള്ള ആ ഭഗവാൻ കൃഷ്ണൻ തൻ്റെ കൂട്ടുകാരോടുകൂടി വയസ്യൈഹി ആവൃത തത്രഗത തത്കർമ്മസിദ്ധയെ, അവരുടെ കർമ്മങ്ങൾക്ക് വേണ്ട ഫലം കൊടുക്കാൻ, ആ കർമ്മ പൂർത്തീകരണത്തിന് അനുഗ്രഹിക്കാനായിക്കൊണ്ട് ഭഗവാൻ അവിടേക്ക് ചെന്നു. അവരുടെ വസ്ത്രങ്ങളെല്ലാം എടുത്തുകൊണ്ട് ആ കദംബ വൃക്ഷത്തിലേക്ക്, നീപവൃക്ഷത്തിലേക്ക് ഭഗവാൻ വേഗം കയറി. എന്നിട്ട് കൂട്ടുകാരുമായി ചിരിച്ച് പരിഹസിച്ചുകൊണ്ട് അവരോട് ഇപ്രകാരം പറഞ്ഞു: അല്ലയോ അബലകളെ, നിങ്ങൾ ഇവിടെ വന്ന് നിങ്ങളുടെ അവരവരുടേതായിട്ടുള്ള വസ്ത്രങ്ങളെ ഇഷ്ടം പോലെ സ്വീകരിച്ചോളൂ. ഞാൻ യഥാർത്ഥമാണ് പറയുന്നത്, തമാശയല്ല. കാരണം നിങ്ങൾ വ്രതകർഷിതരാണല്ലോ. ഞാൻ ഇതുവരയ്ക്ക് നുണം പറഞ്ഞതായിട്ട് നിങ്ങൾക്ക് അറിയില്ലല്ലോ, ഇത് ഇവരും അറിയാം. ഈ എൻ്റെ കൂട്ടുകാരോട് ചോദിച്ചു നോക്കൂ. അതുകൊണ്ട് നിങ്ങൾ ഓരോരുത്തരായിട്ടോ അല്ലെങ്കിൽ എല്ലാവരും കൂടിയോ വന്നിട്ട് ഈ വസ്ത്രങ്ങളെ പ്രതീക്ഷത്വം നിങ്ങൾ സ്വീകരിച്ചോളൂ. ഇങ്ങനെയുള്ള ഭഗവാന്റെ ആ കളിയായിട്ടുള്ള വാക്കുകൾ കേട്ട് ഗോപികൾ ഭഗവാനോട് ഒട്ടും പരിഭവമില്ലാതെ പ്രേമത്തിൽ മുങ്ങിയവരായിട്ട്, പ്രേമ പരിപ്ലുതാഹ വ്രീഡിതാഹ എന്നാൽ ലജ്ജയുണ്ട്, ലജ്ജയോടുകൂടി അന്യോന്യം പ്രേക്ഷ്യ പരസ്പരം നോക്കിക്കൊണ്ട് ജാതഹാസ അവരും ചിരിച്ചുകൊണ്ട് നിന്നു. ന നിര്യയുഹു പുറത്തേക്ക് വന്നില്ല. ഏവം ബ്രുവതി ഗോവിന്ദേ നർമ്മണ അക്ഷിപ്തചേതസഃ ആകണ്ഡമഗ്നാഹ ശീതോദേ വേപമാന തം അബ്രുവന്നൽ. ആ ഗോവിന്ദൻ
ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കെ ഭഗവാന്റെ നർമ്മം കൊണ്ട് ആക്ഷിപ്ത ചേതസഹ, അങ്ങോട്ട് പറിച്ചെടുക്കപ്പെട്ട മനസ്സോടുകൂടിയവരായിട്ട് ഭഗവാൻ അവരുടെയൊക്കെ മനസ്സിനെയൊക്കെ അപഹരിച്ചെടുത്തിരിക്കുന്നു. അങ്ങനെയുള്ളവര് ശീതോദേ ആകണ്ഡമഗ്നാഹ, ആ തണുത്ത വെള്ളത്തിലെ കണ്ടം വരയ്ക്കും കഴുത്ത് വരയ്ക്കും മുങ്ങിക്കിടന്നുകൊണ്ട് വേപമാനാഹ, തണുത്ത് വിറച്ചുകൊണ്ട് അബ്രുവന് തം അബ്രുവന്, ആ ഭഗവാനോട് ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞ് ഇന്നലെ നമ്മൾ അവിടെയാണ് നിർത്തിയത്. ആ ഗോപികമാരുടെ ഭഗവാനോടുള്ള അപേക്ഷ ഇതാണ് 14ഉം 15ഉം ശ്ലോകങ്ങളിൽ നോക്കാം. ഗോപികമാരുടെ വാക്കുകളാണ്. മാനയം ഭോ കൃതാസ്ത്വാം തു നന്ദഗോപസുതം പ്രിയം ജാനീമോംഗ വ്രജശ്ലാഘ്യം ദേഹി വാസാംസി വേപിതാഃ. മാനയം ഭോ കൃതാസ്ത്വാം തു നന്ദഗോപസുതം പ്രിയം ജാനീമോംഗ വ്രജശ്ലാഘ്യം ദേഹി വാസാംസി വേപിതാഃ. അപ്പോ എന്താ പറയുക, ഭഗവാനെ അനുനയിപ്പിക്കാനുള്ള നല്ല വാക്കുകളൊക്കെ പറയണവര്. എങ്ങനെയെങ്കിലും ഭഗവാന്റെ കയ്യിൽ നിന്ന് വസ്ത്രം മേടിച്ചെടുക്കണം അവർക്ക്. ഭഗവാൻ വസ്ത്രം തരും എന്നുള്ള വിശ്വാസമുണ്ട്, അധികം പരീക്ഷിക്കില്ല എന്നുള്ളതായിട്ടുള്ളൊരു ധൈര്യമുണ്ട് അവർക്ക്. അങ്ങനെ ഇതുവരെ ഭഗവാൻ പറഞ്ഞത് തമാശയാണെന്ന് കരുതിക്കൊണ്ട് ഭഗവാനോട് പറയണ ഭോഹോ എന്നുള്ളത് സംബോധനയാണ്. അല്ലയോ അംഗ എന്ന് ജാനീമോങ്ക എന്ന് രണ്ടാമത്തെ വരിയിലുണ്ട്. അംഗ, അല്ലയോ പൂജ്യനായിരിക്കുന്നവനെ, അങ്ങ് പൂജ്യനല്ലേ, അങ്ങ് എല്ലാവരാലും ബഹുമാനിക്കപ്പെടുന്ന ആളല്ലേ, അങ്ങേക്ക് സമൂഹത്തിലൊരു വിലയും നിലയൊക്കെ ഉണ്ടല്ലോ എന്നൊക്കെ അർത്ഥത്തിലാണ് അംഗ എന്ന് സംബോധന ചെയ്യുന്നത്. മാന്യൻ എന്നാൽ പൂജ്യൻ തന്നെയാണ്. അപ്പൊ അല്ലയോ ഹേ അംഗ മാ അനയം കൃതാഹ, അനയം മാ കൃതാഹ, അനയം എന്ന് പറഞ്ഞാല് നയമല്ലാത്തത്, അനയം. നയം ന്യായം തന്നെ, അനയം അന്യായം തന്നെ. അപ്പൊ ആ നയം എന്ന് പറഞ്ഞാല് അന്യായം മാ കൃതാഹ, ത്വം മാ കൃതാഹ. കൃതാഹ എന്നുള്ളത് മധ്യമ പുരുഷൻ ഏകവചനമാണ്. അങ്ങ് ചെയ്യരുത്. ത്വം മാ കൃതാഹ, നീ ചെയ്യരുത് എന്നാണ് അക്ഷരാർത്ഥം. അപ്പോ ഇതുപോലൊരു അന്യായം അംഗനായിരിക്കുന്ന പൂജ്യനായിരിക്കുന്ന അങ്ങ് ചെയ്യാവോ? ചെയ്യാൻ പാടില്ലാത്തതല്ലേ, അങ്ങയുടെ പേരിന് കളങ്കമുണ്ടാക്കുന്ന പ്രവൃത്തിയല്ലേ ഇത്, ഒരു അനയമായിട്ടുള്ള കാര്യം. അങ്ങ് ആരാണ്? അങ്ങ് ആരാന്ന് ഞങ്ങൾക്കറിയാം. നന്ദഗോപസുതം പ്രിയം ജാനീമോ വ്രജശ്ലാഘ്യം. അങ്ങ് ആരാണ്? വ്രജശ്ലാഘ്യം, ഗോകുലത്തിൽ വെച്ച് ഏറ്റവും ശ്ലാഘനീയനാണ് അങ്ങ്, എല്ലാവരാലും പ്രശംസനീയനാണ്, യോഗ്യനാണ്. അങ്ങനെയുള്ള വ്രജശ്ലാഘ്യനായ നന്ദഗോപസുതം, നന്ദഗോപന്റെ പുത്രനാണ്, അതും രാജാവിന്റെ മകനാണ് എന്നർത്ഥമാണ്. ഞങ്ങളുടെയൊക്കെ നാഥനായ, ഞങ്ങളുടെയൊക്കെ രക്ഷകന്റെ മകനല്ലേ. അപ്പൊ ഭാവിയിൽ അങ്ങ് തന്നെയല്ലേ ഈ വംശത്തിന്റെ രാജാവ്, ഇപ്പോഴും അങ്ങ് തന്നെയല്ലേ ഞങ്ങളെ രക്ഷിക്കേണ്ടത്. അങ്ങനെയുള്ള അങ്ങ് ഞങ്ങളെ പരീക്ഷിക്കാമോ? അപ്പൊ എല്ലാം കൊണ്ടും എല്ലാവരാലും ശ്ലാഘനീയനും വ്രജത്തിൽ വെച്ച് ഏറ്റവും പേരുകേട്ട ബഹുമാനിതനായിരിക്കുന്നവനും ആ നന്ദഗോപരുടെ പുത്രനുമായിരിക്കുന്ന പ്രിയപുത്രനായിരിക്കുന്ന അങ്ങ് എല്ലാവർക്കും പ്രിയനാണ്. ഇപ്പൊ വ്രജശ്ലാഘ്യം നന്ദഗോപസുതം ത്വാം തു പ്രിയം ജാനീമ, അങ്ങയെ ഞങ്ങൾ പ്രിയനായിട്ടാണ് അറിയുന്നത്, ഞങ്ങൾക്കൊക്കെ പ്രിയം ചെയ്യുന്നവനാണ് അങ്ങ് എന്ന് ഞങ്ങൾക്കൊക്കെ നല്ല ബോധ്യമുണ്ട്. ഞങ്ങളുടെ ശത്രുവല്ല, ഞങ്ങളെ ഉപദ്രവിക്കാൻ വന്നതല്ല. ഇതാണ് പറഞ്ഞതിന്റെ താല്പര്യം. അപ്പോ ഞങ്ങൾക്ക് പ്രിയനാണ് അങ്ങ്, ഞങ്ങൾക്ക് പ്രിയം ചെയ്യുന്ന ആളാണ് എന്ന് പറയണം. ത്വാം തു പ്രിയം ജാനീമ, ഞങ്ങൾക്ക് വേറൊരു ബുദ്ധിയില്ല അങ്ങയെക്കുറിച്ച്. വേപിതാഹ, ഞങ്ങളിതാ വിറച്ചു നിൽക്കുന്ന കണ്ടില്ലേ, ഈ വെള്ളത്തിൽ തണുത്ത് വിറച്ചു നിൽക്കുന്നത് കണ്ടില്ലേ. വേപിതാഹ വയം, അതുകൊണ്ട് വാസാംസി ദേഹി, വസ്ത്രങ്ങൾ നൽകൂ. ഞങ്ങൾ തണുത്ത് വിറച്ച് എത്ര നേരമായി നിൽക്കുന്നു.
ഇങ്ങനെ പല ന്യായങ്ങളാണ് ഇവർ പറയുന്നത്. അല്ലേ, ഇത്ര നേരം വെള്ളത്തിൽ നഗ്നരായി കളിക്കുമ്പോൾ തണുപ്പൊന്നുമില്ല, അപ്പൊ ഇപ്പോഴാണോ തണുപ്പ് വന്നത്? അല്ലേ? അപ്പൊ ഭഗവാനെ ഏതെങ്കിലും രീതിയിൽ ഭഗവാന്റെ ഉള്ളില് നന്മയുണ്ടാവാനും ഭഗവാനെ വ്രജശ്ലാഘ്യനെന്നും രാജാവിന്റെ മകനെന്നും പ്രിയനെന്നും ഒക്കെ പറഞ്ഞു, അനുകൂലമായിട്ടെല്ലാം പുകഴ്ത്തി പറഞ്ഞു. കൂടാതെ ഞങ്ങള് വേവിതരാണ്, വിറച്ചു നിൽക്കുകയാണ്, ഞങ്ങളോട് കരുണ കാണിക്കേണ്ടതല്ലേ, ഞങ്ങളെ രക്ഷിക്കേണ്ടത് രാജാവിന്റെ മകനായ അങ്ങയുടെ ധർമ്മമല്ലേ എന്നൊക്കെ സൂചിപ്പിക്കുകയാണ്. അപ്പോ അങ്ങയെക്കുറിച്ച് ആരെങ്കിലും എന്തെങ്കിലും മോശമായിട്ട് പറഞ്ഞാൽ ഞങ്ങൾക്കും അത് വിഷമമാവും. കാരണം ഞങ്ങളുടെ പ്രിയനാണ്, എല്ലാവരാലും ശ്ലാഘ്യതമനാണ് അങ്ങ്, ഞങ്ങൾക്ക് അങ്ങയിൽ നിന്ന് യാതൊരു ഭേദഭാവനയുമില്ല എന്നും സൂചിപ്പിക്കുന്നതാണ് അംഗ എന്നുള്ള സംബോധന. ഞങ്ങൾ അങ്ങയുമായി വളരെ സ്നേഹത്തോടുകൂടെ താതാത്മ്യം പ്രാപിച്ചിരിക്കുന്നവരാണ്, ഞങ്ങളുടെ സ്വന്തം ആളാണ്. അപ്പൊ അങ്ങേക്കൊരു ക്ഷീണം ഉണ്ടായാൽ, അങ്ങേക്കൊരു ചീത്തപ്പേരുണ്ടായാൽ അത് ഞങ്ങൾക്കും വിഷമമുണ്ടാക്കും ഇത്യാദി സൂചനകളാണ് ഇവരുടെ വാക്കുകളിൽ. മാനയംഭോ കൃതാസ്ത്വാം തൂ നന്ദഗോപസുതം പ്രിയം ജാനീമോംഗ വ്രജശ്ലാഘ്യം ദേഹി ഭാസാംസി വേപിതാ. ഇനി അങ്ങ് തനിയുമല്ലല്ലോ, അങ്ങയുടെ കൂടെ ഈ കൂട്ടുകാരുണ്ട് ഗോപന്മാര്. അപ്പൊ അവര് ചെന്ന് ചിലപ്പോ നന്ദഗോപരോട് പറയും, അത് അങ്ങേക്ക് നാണക്കേടല്ലേ, അങ്ങയെക്കുറിച്ച് മോശമായിട്ട് എല്ലാവരും കരുതില്ലേ എന്നൊക്കെയാണ് പറഞ്ഞതിന്റെ സൂചന. ശ്യാമസുന്ദര തേദാസ്യ കരവാമ തവോദിതം ദേഹി വാസാംസി ധർമ്മജ്ഞ നോ ചേത് രാജ്ഞേ ബ്രുവാമഹേ. ശ്യാമസുന്ദര തേദാസ്യ കരവാമ തവോദിതം ദേഹി വാസാംസി ധർമ്മജ്ഞ നോ ചേത് രാജ്ഞേ ബ്രുവാമഹേ. ആദ്യം ഭഗവാനെ അനുനയിപ്പിച്ചുകൊണ്ട് ഭഗവാന്റെ കാരുണ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ഹേ ശ്യാമസുന്ദര, അല്ലയോ നീലമേഘ ശ്യാമനായി വളരെ സുന്ദരനായിരിക്കുന്നവനെ ശ്യാമസുന്ദര, തേ ദാസ്യ വയം വയം തേ ദാസ്യ, ഞങ്ങൾ നിന്റെ ദാസികളാകുന്നു, നിന്റെ കിങ്കരികളാകുന്നു, നീ പറയുന്നതൊക്കെ ചെയ്യുന്നവരല്ലേ ഞങ്ങള്. തവ ഉദിതം കരവാമ, നീ പറയുന്നത് എന്തും ഞങ്ങൾ ചെയ്തു കൊള്ളാം. തവ ഉദിതം തവ വദിതം, അങ്ങയാൽ പറയപ്പെടുന്നത് എന്താണെങ്കിലും അങ്ങയുടെ ആജ്ഞ എന്താണെങ്കിലും ഞങ്ങൾ ചെയ്തു കൊള്ളാം. ഇല്ലേ, ഇപ്പൊ അവരുടെ ആറ്റിറ്റ്യൂഡില് എക്സെപ്റ്റ് ഈ പുറത്തേക്ക് വന്ന് വസ്ത്രമെടുക്കാൻ പറയുന്നത് ഒഴികെ, അതാണ് അവരുടെ അഭിപ്രായം. ഞങ്ങൾ ദാസികളല്ലേ, ഞങ്ങളെ നാണം കെടുത്തരുത്, ബാക്കി ഞങ്ങള് അങ്ങ് പറയുന്നത് എന്തും ചെയ്തു കൊള്ളാം. തവ ഉദിതം കരവാമ, ഞങ്ങളോട് എന്ത് വേണമെങ്കിലും ആവശ്യപ്പെട്ടോളൂ, ഞങ്ങൾ ചെയ്തു തരാം എന്ന്. ദേഹി വാസാംസി ധർമ്മജ്ഞ, അവിടെ ധർമ്മജ്ഞ എന്ന് സംബോധന. എന്താ, അങ്ങ് എല്ലാ ധർമ്മവും അറിയുന്നതല്ലേ. എന്താ ധർമ്മം? സ്ത്രീകളുടെ നഗ്നത കാണാൻ പാടില്ല എന്നുള്ളത് നല്ലതല്ല, ധർമ്മമല്ലേ അല്ലേ? ഇന്ന കാഴ്ചകൾ കാണുന്നത് അധർമ്മം എന്ന് വിധിച്ചിട്ടുള്ള കൂട്ടത്തില് സ്ത്രീകളുടെ നഗ്നത മാറുമറയ്ക്കാത്തതായിട്ടുള്ള സ്ത്രീകളെ കാണുക, അതുപോലെ മറ്റു പലതും നിഷേധ്യമായിട്ട് ഉണ്ട്, നിഷേധിക്കപ്പെട്ടിട്ടുണ്ട് ധർമ്മത്തില്. അപ്പൊ ഈ പറഞ്ഞ ധർമ്മമെല്ലാം അറിയുന്ന ആളല്ലേ, അതുകൊണ്ട് അങ്ങും ഈ കുട്ടികൾ കൂടെയുള്ള ഗോപപാലന്മാരും ഞങ്ങളുടെ നഗ്നത കാണുന്നത് ധർമ്മമാണോ? അതുകൊണ്ട് തന്നെ ധർമ്മജ്ഞനായ അങ്ങ് ഞങ്ങളുടെ നഗ്നത കാണാനിടയാവരുത്. അതുകൊണ്ട് ദേഹി വാസാംസി വാസാംസി ദേഹി, ഞങ്ങളുടെ വസ്ത്രങ്ങൾ നൽകിയാലും. ഇങ്ങനെ കരയിഞ്ഞ് കെഞ്ചും പോലെ കെഞ്ചുന്നുണ്ട്, പക്ഷെ ഭഗവാൻ കുലുങ്ങുന്നില്ല. ഭഗവാൻ നല്ല ബലം പിടിച്ചിരിപ്പാണ്, ഇതൊന്നും പോരാ എന്നുള്ള മട്ടില്. അപ്പൊ ചിലര് ടോൺ മാറ്റുകയാണ് അല്ലെ. ചിലര് കെഞ്ചുന്ന സമയത്ത് വേറെ ചിലര് നോചേ രാജ്ഞേ ബ്രുവാമഹേ, ഒരു ഭീഷണി അല്ലെ. സാമം ദാനം ഭേദം ദണ്ഡം എന്ന് പറയുന്ന ചതുർഭായങ്ങളില് ചിലര് സാമം കൊണ്ടും ദാനം കൊണ്ടും ഒക്കെ പ്രേരിപ്പിക്കുമ്പോ, ഇവിടെ ദാനം എന്ന് പറഞ്ഞാൽ വാഗ്ദാനം ചെയ്യേണ്ട കരവാമ തപോദിതം എന്നുള്ളത്. സാമം എന്ന് പറഞ്ഞത് അങ്ങ്
വ്രജത്തിൽ വെച്ച് ഏറ്റവും ശ്ലാഘ്യനും നന്ദഗോപരുടെ പുത്രനുമാണ്, പ്രിയനാണ് ഞങ്ങൾക്ക് എന്നൊക്കെ ഉള്ളത് സാമം. അങ്ങ് പറയുന്നത് എന്തും ചെയ്യാം, അങ്ങയുടെ ദാസിമാരാണ് ഞങ്ങൾ എന്നുള്ളത് ദാനം. അപ്പോഴേക്കും വേറെ ചിലത് ഭേദം. എന്താ ഭേദം? നോ ചേദ്രാജ്ഞേ ബ്രുവാമഹേ. നോ ചേത്, വസ്ത്രം തന്നില്ലെങ്കിൽ രാജ്ഞേ ബ്രുവാമഹേ, രാജാവിനോട് ഞങ്ങൾ ചെന്ന് പറയും. ഇങ്ങനെ ഇത്തിരി ഭീഷണി സ്വരത്തില് ചിലര്. ഭഗവാനുണ്ടോ ഈ ഭീഷണിക്കൊക്കെ വഴങ്ങുന്നു അല്ലേ? എന്നാ പിന്നെ നിങ്ങൾ ആദ്യം പറഞ്ഞിട്ട് വരൂ എന്ന് ഭഗവാൻ തമാശ പറഞ്ഞിട്ടുണ്ടാവാം. ഇവിടെ ഇല്ലെങ്കിലും ഭാഗവതത്തിൽ അതൊന്നും ഇല്ലെങ്കിൽ നമുക്ക് കൂട്ടിച്ചേർത്ത് മനോധർമ്മം അനുസരിച്ച് കുറച്ചൊക്കെ കൂട്ടിക്കാണാം. ആഹാ, നിങ്ങൾ അത്രയ്ക്കയ്യോ എന്നെ പേടിപ്പിക്കുകയാണോ? അച്ഛനോട് പറഞ്ഞിട്ട് എന്നെ അടികൊള്ളിക്കും അല്ലെങ്കിൽ എനിക്ക് ചീത്തപ്പേരുണ്ടാക്കുന്ന, എന്നാ പോയി പറഞ്ഞിട്ട് വരും എന്ന് ഭഗവാൻ ആക്ഷൻ കൊണ്ട്, ഭാവം കൊണ്ട് കാണിച്ചിട്ടുണ്ടാവാം. അപ്പൊ അതാണ് നോചേ രാജ്ഞേ ബ്രുവാമഹേ, വസ്ത്രം തന്നില്ലെങ്കിൽ ഞങ്ങൾ രാജാവിനോട് ചെന്ന് പറയും എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ഇതിനൊക്കെ ഭഗവാൻ മറുപടി കൊടുക്കുകയാണ്. ശ്രീ ഭഗവാനുവാച ഭവത്യോ യദി മേ ദാസ്യോ മയോക്തം വാ കരിഷ്യഥ അത്രാഗത്യ സ്വവാസാംസി പ്രതീച്ഛന്തു ശുചിസ്മിതാ. ശ്രീ ഭഗവാനുവാച ഭവത്യോ യദി മേ ദാസ്യോ മയോക്തം വാ കരിഷ്യഥ അത്രാഗത്യ സ്വവാസാംസി പ്രതീച്ഛന്തു ശുചിസ്മിതാ. ഭഗവാൻ ഗോപികമാര് അവർ തന്നെ പറഞ്ഞ വാക്ക് ഉപയോഗിച്ചുകൊണ്ട് തിരിച്ചു ചോദിക്കുകയാണ്. ഭവത്യഃ മേ ദാസ്യഃ യദി. നിങ്ങൾ തന്നെ ഇപ്പൊ പറഞ്ഞല്ലോ, നിങ്ങൾ ഭവതികൾ എന്റെ ദാസിമാരാണെന്ന്. അത് സത്യമാണെങ്കിൽ, യദി പറഞ്ഞത് പരമാർത്ഥമാണെങ്കിൽ, സത്യമാണെങ്കിൽ, യദി മയാ ഉക്തം കരിഷ്യതവാ. അപ്പൊ പിന്നെ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ദാസിമാരുടെ പണി എന്താണ്? സ്വാമി പറയുന്നത് അനുസരിക്കുക. അതാണ് മയാ ഉക്തം യൂയം കരിഷ്യതവാ, നിങ്ങൾ ചെയ്യുകയല്ലേ. അപ്പോ എന്നാൽ പറയപ്പെടുന്നത് ചെയ്യുമെങ്കിൽ നിങ്ങൾ എൻ്റെ ദാസിമാർ എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. നിങ്ങൾ ദാസിമാരാണെന്ന് വെറും വാചകം അടിക്കുകയൊന്നും വേണ്ട എന്നെ മയക്കാൻ വേണ്ടിയിട്ട്, അല്ലേ? ചില ആളുകളൊക്കെ അങ്ങനെ ഉണ്ടല്ലോ, കുറെ വാചകം അടിക്കും, അത് പ്രായോഗികമാക്കുമൊന്നുമില്ല. ചക്ക ഇഷ്ടം പോലെ നമുക്ക് വാചകമൊക്കെ അടിക്കാമെന്ന് എന്ന് കരുതി വാഗ്ദാനങ്ങളൊക്കെ ഇഷ്ടം പോലെ കൊടുക്കും, പക്ഷെ ഒരു വാഗ്ദാനവും പാലിക്കുകയില്ല. അപ്പൊ ആ കൂട്ടത്തിൽപ്പെട്ടവരാണോ നിങ്ങൾ? വെറുതെ വാക്ക് പറയണോ ദാസികളാണെന്ന്? യഥാർത്ഥ ദാസികളാണെങ്കിൽ ഞാൻ പറയുന്നത് ചെയ്യണം. അതാണ് ഭവത്യഃ യദിമേ ദാസ്യഃ മയോക്തം വാ കരിഷ്യത. അപ്പൊ എന്താ മയാ ഉക്തം? ഞാൻ എന്താ ഇപ്പൊ പറയണത്? അത്ര ആഗത്യ സ്വവാസാംസി പ്രതീച്ഛന്തു ശുചിസ്മിതാഃ. ഭഗവാൻ അവരെ പറയണ ശുചിസ്മിതാഃ, അല്ലയോ ശുചിസ്മിതകളെ, നിങ്ങളൊക്കെ ചിരിക്കിൻ, മന്ദഹസിക്കിൻ. എന്തിനാ നിങ്ങൾക്ക് ഭയം അല്ലെങ്കിൽ ദേഷ്യം അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള സങ്കടമൊക്കെ ഉപേക്ഷിക്കൂ, സന്തോഷമായിട്ടിരിക്കൂ, ചിരിക്കൂ. ചിരിച്ചുകൊണ്ട് ഇങ്ങോട്ടേക്ക് വരൂ എന്നാ. എന്നോട് പ്രിയത്തോടുകൂടി, എന്നോട് പ്രിയമുണ്ടെങ്കിൽ ചിരിക്കുകയാണ് വേണ്ടത്. ഞാൻ പറയുന്നത് സന്തോഷപൂർവ്വം അനുസരിക്കുമ്പോഴാണ് എൻ്റെ ദാസിമാരാവുന്നത്. അപ്പൊ ശുചിസ്മിതാഹ, അല്ലയോ മന്ദഹാസത്തോടു കൂടിയവരെ, നിങ്ങൾ എന്ത് ചെയ്യണം? അത്ര ആഗത്യ, ഇവിടെ വന്നിട്ട് സ്വവാസാംസി പ്രതീച്ഛന്തു, അവരവരുടെ വസ്ത്രങ്ങളെ നിങ്ങൾ സ്വീകരിക്കുക, ഗ്രഹിക്കുക. അതാണ് വേണ്ടത്. അതാണ് ഈ സ്വാമിയുടെ ആജ്ഞ. ഭൃത്യകളാണ് നിങ്ങൾ എന്ന് പറഞ്ഞത് സത്യമാണെങ്കിൽ ഈ പറഞ്ഞത് കേൾക്കൂ. അല്ലാതെ നിങ്ങളുടെ ഇഷ്ടത്തിന് എന്തെങ്കിലും ചെയ്തിട്ട് ദാസിമാരാണെന്നും പറഞ്ഞാൽ ഞാൻ സമ്മതിക്കണ്ടേ? അല്ലേ? ഇപ്പൊ നമ്മളൊക്കെ ഭഗവാന്റെ ഭക്തന്മാരാണെന്ന് നമ്മളൊക്കെ സ്വയം പറഞ്ഞാൽ മതിയോ? ഭഗവാൻ പറയണം നമ്മൾ ഭക്തരാണെന്ന്. അതിന് ഭഗവാൻ ചില ക്രൈറ്റീരിയ ഒക്കെ വെച്ചിട്ടുണ്ട്. ആരാണ് എൻ്റെ ഭക്തന്മാർ എന്നൊക്കെ ഭഗവത്ഗീതയിലും, അല്ലേ, പല ഭാഗവതത്തിൽ തന്നെ പല പ്രാവശ്യവും മറ്റു പല മഹാത്മാക്കളിലൂടെയും, അല്ലേ, കപിലോപദേശത്തിലും അല്ലെങ്കിൽ നിമി നവയോഗി സംവാദത്തിലും ഉദ്ധവോപദേശത്തിലും എല്ലായിടത്തും ഭഗവാൻ പറഞ്ഞു തന്നിട്ടുണ്ട് ആരാണ് എൻ്റെ ഭക്തൻ എന്ന്.
അപ്പൊ ഭഗവാന് പ്രിയനാവണമെങ്കിൽ, ഭഗവാന്റെ പ്രിയരാവണമെങ്കിൽ ഭഗവാൻ പറഞ്ഞിരിക്കുന്ന ക്രൈറ്റീരിയകൾ നമ്മൾ പൂർത്തീകരിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് ഭഗവാന്റെ ഭക്തന്മാരെന്ന് പറയാൻ പറ്റുള്ളൂ. നമ്മളല്ല പറയേണ്ടത് ഭഗവാനാണ്. നിങ്ങൾ എൻ്റെ ഭക്തനാകുന്നു. ഭഗവാൻ എടുത്ത് പറയില്ലേ, വാസുദേവ സർവമിതി സ മഹാത്മാ സുദുർലഭ. അവനാണ് എനിക്ക് ജ്ഞാനീതു ആത്മൈവ പ്രിയോഹി ജ്ഞാനിനഃ അത്യർത്ഥം. ജ്ഞാനിക്ക് ഞാനാണ് പ്രിയൻ, എനിക്ക് പ്രിയൻ ജ്ഞാനിയാണ്, അല്ലെങ്കിൽ എനിക്ക് ഇന്ന ഭക്തിയുള്ളവരാണ് ഏറ്റവും പ്രിയം എന്നെല്ലാം ഭഗവാൻ പലയിടത്ത് പറഞ്ഞിട്ടുണ്ട്. ഭഗവത്ഗീത 12-ാം അധ്യായത്തിൽ ഭക്തന്റെ ലക്ഷണം പറയുമ്പോൾ ആവർത്തിച്ച് പറയുന്നുണ്ട്, ഇവനാണ് എൻ്റെ ഉത്തമ ഭക്തൻ, ഇവനാണ് എൻ്റെ ഉത്തമ ഭക്തൻ. അപ്പൊ ഇവിടെ നിങ്ങൾ എൻ്റെ ദാസിമാരാണെന്ന് വെറുതെ വിടുവായത്തം പറഞ്ഞിട്ടൊന്നും എന്നെ പറ്റിക്കാൻ നോക്കണ്ട. നിങ്ങൾ യഥാർത്ഥ ദാസികളാണെങ്കിൽ ഞാൻ പറഞ്ഞത് അനുസരിക്കുക, ഇവിടെ വന്ന് അവരവരുടെ വസ്ത്രങ്ങളെ സ്വീകരിക്കുക. ചിരിക്കൂ. ഭവത്യോ യദി മേ ദാസ്യോ മയോക്തം വാ കരിഷ്യഥ അത്രാഗത്യ സ്വവാസാംസി പ്രതീച്ഛം ദുശ്ശുചിസ്മിതാഃ. ഭഗവാൻ അവരുടെ എല്ലാ ദേഹാഭിമാനത്തെയും ഇല്ലാതാക്കണം. ദാസിമാരായി കഴിഞ്ഞാൽ പിന്നെ അഭിമാനമില്ല. ദാസിമാർക്ക് എന്ത് അഭിമാനം അല്ലേ? യജമാനൻ പറയുന്നത് എന്താണെങ്കിലും ഏത് പ്രവൃത്തിയാണെങ്കിലും അനുസരിക്കുക എന്നുള്ളതാണ് പഴയ ദാസിമാരുടെ അല്ലെങ്കിൽ ദാസന്മാരുടെയൊക്കെ കർത്തവ്യം. അവിടെ സ്വന്തമായിട്ടൊരു അഭിമാനം ഇല്ല, സ്വന്തം അജണ്ട ഇല്ല. അപ്പൊ ഇവിടെ ഭഗവാൻ ഇതിലൂടെയൊക്കെ തന്നെ മുമ്പേ പറഞ്ഞിട്ടുള്ള ആ ദേഹാഭിമാനത്തെ തീർത്തും അവരില് ഇല്ലാതാക്കുകയാണ്. അവരുടെ ദേഹാഭിമാനത്തെ പൂർണ്ണമായും നിരാകരിക്കുകയാണ്. സ്ത്രീ എന്നുള്ളതായിട്ടുള്ള ഭാവം ഇല്ലാതെയാക്കുക. സ്ത്രീ പുരുഷ ഭേദങ്ങളൊന്നും ഇല്ലാതെ ആ ഭേദഭാവന ദേഹാഭിമാനം പോകാതെ ആത്മസ്വരൂപനായ ഭഗവാനെ പ്രാപിക്കാൻ സാധിക്കില്ല. അപ്പൊ ആദ്യം ദേഹാഭിമാനം പോകട്ടെ. അപ്പൊ ഇങ്ങനെ ഭഗവാൻ പറഞ്ഞപ്പോഴോ തതോ ജലാശയാത് സർവാഃ ദാരികാഃ ശീതവേപിതാഃ പാണിഭ്യാം യോനിമാച്ഛാദ്യ പ്രോക്തേരുശീതകർഷിതാഃ. തതോ ജലാശയാത് സർവാ ദാരികാഃ ശീതവേപിതാഃ പാണിഭ്യാം യോനിമാച്ഛാദ്യ പ്രോക്തേരുശീതകർഷിതാഃ. അപ്പോ തതഃ അനന്തരം ഈ ഭഗവാന്റെ അടുത്ത് ജയിക്കാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കി, മാത്രമല്ല ഭഗവാൻ പറഞ്ഞില്ലേ നിങ്ങൾ ദാസികളാണെന്ന് തെളിയിക്കണം. നിങ്ങൾ എന്റെ ദാസിമാരാണെങ്കിൽ ഞാൻ പറഞ്ഞത് അനുസരിക്കുകയാണ് വേണ്ടത്. അതാണ് ദാസിമാരെന്നുള്ളതിന് തെളിവ്. അല്ല വെറുതെ വാചകം അടിച്ചിട്ടൊന്നും കാര്യമില്ല. അപ്പൊ അവർ തെളിയിക്കാൻ തയ്യാറായി, ഭഗവാൻ പറഞ്ഞത് അനുസരിക്കാൻ തയ്യാറായി. ഞങ്ങൾ ദാസിമാർ തന്നെയാണ്, സംശയം ഉണ്ടെങ്കിൽ എന്ന് പറഞ്ഞ് അവർ കയറി വരികയാണ്. അതാണ് തതോ അനന്തരം സർവാഹ ദാരികാഹ. ആ എല്ലാ കുമാരിമാരും, ദാരികമാരെന്നാൽ കുമാരിമാരെന്ന അർത്ഥത്തില് ആ എല്ലാ ഗോപകുമാരിമാരും ശീതവേപിതാഹ തണുപ്പ് കൊണ്ട് വിറയ്ക്കുന്നവരായിക്കൊണ്ടും ശീതകർഷിതാഹ ശീതം കൊണ്ട് എന്താ പറയാ ആ പീഡ അനുഭവിക്കുന്നവരായിട്ട്, കർശനം ഒക്കെ പറഞ്ഞാൽ പീഡ. അപ്പൊ ശീതപീഡ കൊണ്ട് ദുഃഖിക്കുന്നവരായിട്ടും ശീതം കൊണ്ട് വിറയ്ക്കുന്നവരായിട്ടും ആ കുട്ടികള് കുമാരിമാര് എന്ത് ചെയ്തു? ജലാശയാത് പ്രോക്തേരുഹു, ജലാശയാത് ആ ജലാശയത്തിൽ നിന്ന് പ്രകർഷേണ ഉത്തേരുഹു ഉത്താരണം ചെയ്തു. തതാര ഉത്തതാര എന്ന ഏകവചനം, അതിന്റെ ബഹുവചനമാണ് ഉത്തേരുഹു. എല്ലാവരും കൂടി ഉത്താരണം ചെയ്തു, എല്ലാവരും കൂടി കയറി വന്നു, ജലാശയത്തിൽ നിന്ന് പൊങ്ങി വന്നു. എങ്ങനെ വന്നു? പാണിഭ്യാം യോനിമാച്ഛാദ്യ. അവരുടെ രണ്ട് കൈകളെ കൊണ്ടും, പാണി എന്ന് പറഞ്ഞാൽ രണ്ട് കൈകൾ, ആ രണ്ട് കൈകളെ കൊണ്ടും യോനിം ആച്ഛാദ്യ എന്ന് പറഞ്ഞാൽ അവരുടെ അവയവങ്ങളെ, രഹസ്യ അവയവങ്ങളെ അല്ലെങ്കിൽ നഗ്നതയെ മറച്ചുകൊണ്ട് എന്നർത്ഥം. അപ്പൊ ദേഹാഭിമാനം മുഴുവൻ വിട്ടുപോയിട്ടില്ല. അപ്പൊ അല്പദേഹാഭിമാനം പ്രകടിപ്പിച്ചുകൊണ്ട് കുറച്ചും കൂടി ബാക്കിയുണ്ട് പോവാനേ, അത്
പ്രകടിപ്പിച്ചുകൊണ്ട് അവരവരുടെ നഗ്നതയെ കൈകൾ കൊണ്ട് മറച്ചു. 2 കൈകളെ കൊണ്ടും പരമാവധി എങ്ങനെ മറയ്ക്കാവോ അങ്ങനെ മറച്ചുകൊണ്ട് അവർ കരയിലേക്ക് കയറി വന്നു, വിറച്ചുകൊണ്ട്. ശീതകർഷിതാഹ ശീതവേപിതാഹ തതോ ജലാശയാത് സർവാഹ ദാരികാ ശീതവേപിതാഹ പാണിഭ്യാം യോനിമാച്ഛാദ്യ പ്രോത്തേരുശീതകർഷിതാഹ ഭഗവാൻ ആഹതാവീക്ഷ്യ ശുദ്ധഭാവപ്രസാദിതഃ സ്കന്ധേ നിധായ വാസാംസി പ്രീതഃ പ്രോവാച സസ്മിതം. ഭഗവാൻ ആഹതാവീക്ഷ്യ ശുദ്ധഭാവപ്രസാദിതഃ സ്കന്ധേ നിധായ വാസാംസി പ്രീതഃ പ്രോവാച സസ്മിതം. ഭഗവാൻ ആഹതാഹ വീക്ഷ്യ ശുദ്ധഭാവപ്രസാദിതഃ. ഭഗവാൻ ശുദ്ധഭാവപ്രസാദിത. ഇവരുടെ ശുദ്ധഭാവം എന്ന് വെച്ചാൽ അവരുടെ ആ ഒരു നിഷ്കളങ്കത തന്നെയാണ്. പാവങ്ങൾ താൻ പറഞ്ഞത് ദാസിമാരാണെങ്കിൽ നിങ്ങളൊന്ന് കയറി വരൂ എന്ന് പറഞ്ഞപ്പോൾ അവർ കയറി വന്നു. ആ കയറി വരൂ എന്ന് പറഞ്ഞതിനെ ലംഘിച്ചില്ല. ഭഗവാൻ പറഞ്ഞില്ല കൈകൊണ്ട് നഗ്നയൊന്നും മറയ്ക്കരുത് എന്ന് നേരത്തെ പറഞ്ഞിരുന്നില്ല. അതുകൊണ്ട് അവരെന്ത് ചെയ്തു? അതൊരു ലംഘനമല്ലാത്തത് കൊണ്ട് അവര് സ്വയം നഗ്നതയെ അവരുടെ കൈകളെ കൊണ്ട് പരമാവധി മറച്ചുകൊണ്ട് ഭഗവാൻ പറഞ്ഞതനുസരിച്ച് നിഷ്കളങ്കരായിട്ടുള്ള പാവം ഗോപികമാര് കയറി വന്നു. അവരുടെ ആ ശുദ്ധഭാവം കണ്ട് പ്രസാദിച്ചവനായി ഭഗവാൻ. പാവങ്ങളെന്ന് ഭഗവാന് കരുണ തോന്നി. ശുദ്ധഭാവ പ്രസാദിത ഭഗവാൻ ആഹതാഹ വീക്ഷ്യ. ആഹതാഹ ആഹതാഹ ഇവിടെ ആഗതാഹ എന്നും അർത്ഥം. ഖന് ധാതുവിന് ഗമ എന്നുള്ള പ്രാപ്തി അർത്ഥമുണ്ട്. അപ്പൊ ആഹതാഹ ആഗതാഹ വന്നു ചേർന്നവർ എന്നും, മറ്റൊരർത്ഥത്തില് തണുപ്പ് കൊണ്ട് വിറയ്ക്കുന്നവർ, പല്ല് കടിക്കുന്നവർ എന്നൊക്കെ അർത്ഥം പറയാം. ഇവിടെ ആഗതാഹ എന്നുള്ള അർത്ഥം എടുത്താൽ മതി. അപ്പൊ ആഗമിച്ചവരായിട്ടുള്ള അവരെ വീക്ഷ്യ കണ്ടിട്ട് പ്രീത അവരോട് വളരെ പ്രീതി പ്രേമം തോന്നി, പാവങ്ങളെന്ന് തോന്നി. പ്രേമത്തോടുകൂടെ വാസാംസി സ്കന്ധേ നിധായ. വാസാംസി അവരുടെ വസ്ത്രങ്ങളെ സ്കന്ധത്തിൽ തന്നെ ആ വൃക്ഷശാഖയിൽ തന്നെ നിധായ വെച്ചിട്ട് സസ്മിതം പ്രോവാച ചിരിച്ചുകൊണ്ട് വീണ്ടും പറഞ്ഞു. അപ്പൊ ഇവരുടെ ഇനിയും കുറച്ച് കണ്ടീഷൻ കൂടി അപ്പൊ ക്രമത്തിൽ അവരെ വളർത്തി കൊണ്ടുവന്നതാണ് ഇപ്പോ, അല്ലെ? ഇപ്പൊ കരയ്ക്ക് കയറി കഴിഞ്ഞു, കമ്മിറ്റഡ് ആയി കഴിഞ്ഞു. ഇനിയിപ്പോ ഇറങ്ങിപ്പോവാൻ ഓർത്തില്ല അവർക്ക്. എന്തായാലും ഇനിയിപ്പോ അടുത്തതും കൂടി താൻ പറഞ്ഞു കഴിഞ്ഞാൽ അവർ കേൾക്കും എന്നുള്ള ഉറപ്പായി. കാരണം അവരുടെ നിഷ്കപട ഭാവം തന്നെ അതിന് തെളിവ്. അപ്പോ ഭഗവാൻ ആ മരക്കൊമ്പിൽ തന്നെ വാസാംസി നിതായ, അതിൽ സ്കന്ധങ്ങളിൽ തന്നെ വാസസ്സുകളെ ഉറച്ച് വെച്ചിട്ട് പ്രീതനായിക്കൊണ്ട് സസ്മിതം പ്രോവാച ചിരിച്ചുകൊണ്ട് അവരോടിങ്ങനെ പറഞ്ഞു. എന്താണ്? അവരുടെ വ്രത പൂർത്തി ഉണ്ടാവണമെങ്കിൽ ഇന്നതും കൂടി ആവണം എന്നാണ് ഭഗവാൻ പറയാൻ പോണത്. യൂയം വിവസ്ത്രായതപോ ധൃതവ്രതാഃ വ്യഗാഹതൈതത്തതു ദേവഹേളനം ബദ്ധ്വാഞ്ജലിം മൂർധ്നിപനുത്തയേം ഹസഃ കൃത്വാ നമോധോ വസനം പ്രഗൃഹ്യതാം. യൂയം വിവസ്ത്രായതപോ ധൃതവ്രതാഃ വ്യഗാഹതൈതത്തതു ദേവഹേളനം ബദ്ധ്വാഞ്ജലിം മൂർധ്നിപനുത്തയേം ഹസഃ കൃത്വാ നമോധോ വസനം പ്രഗൃഹ്യതാം. യൂയം വിവസ്ത്രാഃ യദപോ ധൃതവ്രതാഃ വ്യഗാഹത ഏതത് തതു ദേവഹേളനം. എന്താ പറഞ്ഞത്? നിങ്ങള് ഇതുവരെ വ്രതം ധരിച്ചവരായിരുന്നു. ധൃതവ്രതാഃ യൂയം, 1 മാസമായി നിങ്ങൾ കഷ്ടപ്പെട്ട് വ്രതം അനുഷ്ഠിക്കുന്നു, അല്ലേ? ധൃതവ്രതാഃ യൂയം. പക്ഷേ നിങ്ങൾ എന്ത് ചെയ്തു? നിങ്ങളുടെ വ്രതത്തിന് വിപരീതമായിട്ട് ലംഘനം ചെയ്തു, വ്രത നിയമങ്ങളെ ലംഘിച്ചു. എന്താ ചെയ്തത്? വിവസ്ത്രാഃ അപഹ വ്യഗാഹക. വിവസ്ത്രാഃ വസ്ത്രരഹിതരായിട്ട്, നഗ്നരായിട്ട്, അപഹ ജലത്തെ, വ്യഗാഹത പ്രവേശിച്ചു, മുങ്ങി. അപ്പൊ ജലത്തിൽ ഇറങ്ങി മുങ്ങിയത് നിങ്ങൾ വസ്ത്രം ധരിക്കാതെയാണ്. അതെന്താണ്? യത് ഏതത് തതൂ ദേവഹേളനം. യത് ഏതത്
ഈ ചെയ്ത പ്രവൃത്തി ഉണ്ടല്ലോ, നിങ്ങൾ നഗ്നരായിട്ട് കുളിക്കുക എന്നുള്ള പ്രവൃത്തി, തത് ദേവഹേളനമാണ്. അത് ദേവന്മാരെ നിന്ദിക്കല്ലെന്ന പ്രവൃത്തിയാണ്. കാരണം ജലത്തില് പല ദേവന്മാരുടെയും സാന്നിധ്യമുണ്ട്. അഗ്നിദേവതയുണ്ട്, അതുപോലെ മറ്റ് ദേവതമാര് ഒക്കെ, വരുണൻ മുതലായവരൊക്കെയാണ് ഈ ജലാശയത്തിലുള്ളത്. സകല ദേവതകളുടെയും സാന്നിധ്യമുള്ളതാണ് വെള്ളം. അപ്പൊ അതുകൊണ്ട് എന്തൊക്കെ ചെയ്യരുത് എന്ന് ശാസ്ത്രങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്, സ്മൃതികളിൽ പറഞ്ഞിട്ടുണ്ട്. അപ്സു അഗ്നിർ ദേവതാശ്ച തിഷ്ടന്തി അതോ നാപ്സു മൂത്രപുരീഷം കുര്യാത് നഷ്ടീവേത് ന വിവസനസ്നായാത് ഗുഹ്യോ വാ യേഷോ അഗ്നിരിതി ശ്രുതേഹെ. ഈ ശ്രുതേഹെ എന്ന് ശ്രുതിയിൽ എന്ത് പറഞ്ഞിട്ടുണ്ട്? ഏഷഃ അഗ്നിഹി ഇതി, ഈ വെള്ളം അഗ്നി തന്നെയാണ് എന്ന് വേദം പറഞ്ഞിട്ടുണ്ട്. കാരണം അഗ്നിയിൽ നിന്നാണ് വെള്ളം ഉണ്ടായിട്ടുള്ളത്. അഗ്നിയുടെ പ്രോഡക്റ്റാണ് വെള്ളം, അഗ്നിയുടെ മകനാണ് വെള്ളം. അല്ലെ, ക്രമത്തിൽ ആകാശാത് വായു, വായോർ അഗ്നിഹി, അഗ്നേഹേ ആപഹ. അഗ്നിയുടെ പുത്രസ്ഥാനമാണ് വരുണനുള്ളത്. അപ്പോൾ അച്ഛൻ തന്നെയാണ് പുത്രരൂപത്തിലിരിക്കുന്നത് എന്നുള്ള വേദമന്ത്രം അനുസരിച്ചും അഗ്നി തന്നെയാണ് വെള്ളം. അപ്പോൾ അഗ്നിദേവനാണ് വെള്ളം, അത് തന്നെ വേദം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അപ്സു അഗ്നിർ ദേവതാശ്ച തിഷ്ടന്തി, അപ്സു ജലങ്ങളിൽ അഗ്നിഹി അഗ്നിയും ദേവതാഹ ദേവതകളും തിഷ്ടന്തി സ്ഥിതി ചെയ്യുന്നു. അപ്പൊ ജലാശയങ്ങളിൽ അഗ്നിദേവനും മറ്റ് ദേവതകളും കുടികൊള്ളുന്നു. അതുകൊണ്ട് എന്ത് ചെയ്യണം? അതോ ന അപ്സു മൂത്രപുരീഷം കുര്യാത്, അതുകൊണ്ട് അപ്സു വെള്ളങ്ങളിൽ ന മൂത്രപുരീഷം കുര്യാത്, മൂത്രമൊഴിക്കുകയോ മലവിസർജനം ചെയ്യുകയോ ചെയ്യരുത്. ജലാശയങ്ങളിൽ മൂത്രവിസർജനം മലവിസർജനം ചെയ്യരുത്. ന ഷ്ടീവേത്, ഷ്ടീവനം എന്ന് പറഞ്ഞാൽ തുപ്പലാണ്. അപ്പൊ കുൽക്കുഴിഞ്ഞ് തുപ്പൽ പോലും വെള്ളത്തിൽ നിഷിദ്ധമാണ്. വായിൽ നിന്ന് ഉള്ള വെള്ളം ഇതിലേക്ക് തുപ്പരുത്. കാരണം മാത്രമല്ല, ഇനി എത്ര ആളുകൾ ആ വെള്ളം ഉപയോഗിക്കുന്നതാണ്, കുളിക്കുന്നതാണ്. പല ക്ഷേത്രങ്ങളിലേക്കും അഭിഷേകത്തിന് ഉപയോഗിക്കുന്നതാണ്, ഭഗവാനെ കുളിപ്പിക്കാൻ ഉപയോഗിക്കുന്നതാണ്, ഭഗവാന്റെ ആറാട്ട് നടത്തുന്നതാണ് പല ജലാശയങ്ങളും, അല്ലേ? അപ്പൊ ഇങ്ങനെ എന്തെല്ലാം കാര്യങ്ങൾ, എത്ര മഹാത്മാക്കൾ കുളിക്കുന്ന ജലത്തിലാണ് നമ്മൾ ഈ മലമൂത്ര വിസർജനവും തുപ്പലും ഒക്കെ ചെയ്യുന്നത്, ഒരു ചിന്തയും കൂടാതെ. അപ്പോഴത്തെ നമ്മുടെ കാര്യം മാത്രമേ ചിന്തിക്കുള്ളൂ. നാളെ നമ്മൾ ഇതിലാ കുളിക്കണമെന്നുള്ള ചിന്ത കൂടിയില്ല, അല്ലേ? ഇപ്പൊ നമ്മൾ ഈ വൃത്തികേടൊക്കെ കാണിച്ചിട്ട് ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ നാളെ വീണ്ടും നമ്മൾ ഇതേ വെള്ളത്തിൽ വന്ന് കുളിക്കണം. ഇങ്ങനെ ദിവസവും നമ്മൾ ഇതിലെല്ലാ വൃത്തികേടുകളും ഞാനും എൻ്റെ ചുറ്റുപാടുള്ളവരും ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ ഈ ജലാശയം പിന്നെ എന്തിനു കൊള്ളും? ഇങ്ങനെയാണ് നമ്മൾ പരമാവധി എല്ലാവരും കൂടി ഈ ജലാശയങ്ങളെയൊക്കെ നശിപ്പിച്ചത്. ഇത്രയും ശാസ്ത്രങ്ങൾ പറഞ്ഞു വെച്ചിട്ടും അത് വേണ്ടതുപോലെ ആരും പറഞ്ഞു കൊടുക്കുകയോ കാണിച്ചു കൊടുക്കുകയോ ചെയ്തില്ല. പൂർവികര് കാണിച്ചു കൊടുത്തിട്ടുള്ളവരൊക്കെ അനുസരിക്കുന്നുണ്ട്. ഒരുവിധം അച്ഛനമ്മമാര് സംസ്കാരമുള്ളവർ ഇതൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ മക്കളൊക്കെ അനുസരിക്കുന്നുണ്ട്. അതല്ലാത്ത മൂഢജനങ്ങളെല്ലാം ഈ ജലാശയങ്ങളെയൊക്കെ നശിപ്പിച്ചു, ദുഷിപ്പിച്ചു. അപ്പൊ ന ഷ്ടീവേത് ന വിവസനഃ സ്നായാത്, ന വിവസനഃ സ്നായാത്, വിവസനഃ എന്ന് പറഞ്ഞാൽ വസ്ത്രമില്ലാതെ, ന സ്നായാത് കുളിക്കരുത്, വസ്ത്രം കൂടാതെ കുളിക്കരുത് എന്നും ശാസ്ത്രങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ വ്രതം ധരിച്ചു, എന്നിട്ടോ വിവസ്ത്രാഹ അപഹ വ്യഗാഹത യത് ഏതത്തു ദേവഹേളനം, ദേവന്മാരെ നിന്ദിച്ച പ്രവൃത്തിയാണ് നിങ്ങൾ ചെയ്തത്. അപ്പൊ നിങ്ങൾക്ക് വ്രതത്തിന്റെ ബലം കിട്ടാൻ അർഹതയുണ്ടോ? നിങ്ങൾ തന്നെ പറയും. നിങ്ങൾ വ്രതം എന്ന പേരില് തോന്നിയ വശം കാണിച്ചിരിക്കുന്നു, അല്ലെ? നമ്മുടെ ശബരിമലക്കാരൊക്കെ ശബരിമലയിൽ നിന്ന് വരുന്ന വഴി എല്ലാ വൃത്തികേടുകളും പമ്പയിൽ ഉപേക്ഷിച്ചിട്ട് വരും. അവരുടെ ഉടുത്ത വസ്ത്രവും അണ്ടർവെയറും അടക്കം വലിച്ചെറിഞ്ഞിട്ട് വരും. അങ്ങനെ പമ്പയിൽ ലോഡ് കണക്കിന് വസ്ത്രങ്ങളാണ് ഓരോ വർഷവും അടിഞ്ഞുകൂടുന്നത്. അത് വൃത്തിയാക്കാൻ തന്നെ എത്രയോ പണിയാണ്. അപ്പോൾ
ദേവഹേളനമാണെന്ന് മനസ്സിലാക്കണം. പ്രകൃതിയെ സംരക്ഷിക്കുകയാണ് ഓരോ വ്രതങ്ങളും ചെയ്യേണ്ടത്. ദേവഹേളനം. അതുകൊണ്ട് അംഹസഹ അപനുക്തയേ. അംഹസ് എന്ന് പറഞ്ഞാൽ പാപം, അപരാധം എന്നൊക്കെ അർത്ഥം. അംഹസഹ എന്ന് പറഞ്ഞ പാപത്തിന്റെ, അപനുക്തയെ അപനോദനത്തിന്, അപനോദനം നീക്കിക്കളയൽ, ദൂരീകരണം. അപ്പോൾ പാപം കഴുകിക്കളയാനായിക്കൊണ്ട്, പാപദൂരീകരണത്തിനായിക്കൊണ്ട് എന്ത് ചെയ്യണം? മൂർധ്നി അഞ്ജലിം കൃത്വാ അധഃ നമഃ കൃത്വാ വസനം പ്രഗൃഹ്യതാം. എന്ത് ചെയ്യണം? അതിന് പരിഹാരമായി, പ്രായശ്ചിത്തമായിട്ട്, ചെയ്ത പാപത്തിന് പരിഹാരമായിട്ട് മൂർധ്നി അഞ്ജലിം കൃത്വാ, കൈകളെ രണ്ടിനെയും അഞ്ജലിയാക്കി കൂപ്പി, മൂർധ്നി ശിരസിന്റെ മുകളിൽ പിടിച്ചുകൊണ്ട്, ബന്ധിച്ചുകൊണ്ട്, അഞ്ജലിം ബദ്ധ്വാ അധഃ നമഃ കൃത്വാ, അധഃ നിലത്ത് ഭൂമിയിൽ, നമഃ കൃത്വാ നമസ്കാരം ചെയ്തുകൊണ്ട്, വസനം പ്രഗൃഹ്യത പ്രായശ്ചിത്തം ചെയ്തിട്ട് നിങ്ങൾ വസ്ത്രത്തെ സ്വീകരിച്ചോളൂ. അപ്പൊ ഈ കർമ്മത്തിന് ഇതാണ് പ്രായശ്ചിത്തം. ഭഗവാൻ പ്രായശ്ചിത്തം ചെയ്യിക്കുകയാണ് അവരെ കൊണ്ട്. അവർ ചെയ്ത അപരാധത്തിന്, പാപത്തിന് പ്രായശ്ചിത്തെങ്കിൽ മാത്രമേ ആ ബലം കിട്ടുകയുള്ളവര്. ഒരു മാസം കഷ്ടപ്പെട്ട് വ്രതം അനുഷ്ഠിച്ചു. ഏറ്റവും എളുപ്പമുള്ള പ്രായശ്ചിത്തമാണ് ഭഗവാൻ പറഞ്ഞു കൊടുക്കുന്നത്. ആകെ തലയിൽ കയ്യും പിടിച്ചുകൊണ്ട്, ക്ഷമാപണം ചെയ്തുകൊണ്ട്, നമസ്കാരവും ഭൂമിയിൽ ചെയ്യുക, എന്നിട്ട് വസ്ത്രം സ്വീകരിച്ചോളൂ. അപ്പോ ഇങ്ങനെയുള്ള ദേവഹേളനം ചെയ്തതിന് നിങ്ങൾ പ്രായശ്ചിത്തം ചെയ്യണം. എങ്കിലേ നിങ്ങളുടെ വ്രതത്തിന്റെ പൂർത്തി ആവുന്നുള്ളൂ. എങ്കിൽ മാത്രമേ നിങ്ങൾ എന്താ വ്രതത്തിൽ ആഗ്രഹിച്ചത്? ഭഗവാനെ പതിയായിട്ട് കിട്ടാൻ, അല്ലേ? കാത്യായനി മഹാമായേ മഹായോഗിന്യതീശ്വരി നന്ദഗോപസുതം ദേവി പതിമേ കുരുതേ നമ. നന്ദഗോപപുത്രനെ പതിയായിട്ട് കിട്ടണമെങ്കിൽ, അതൊന്നും ഭഗവാൻ പറയുന്നില്ല, നിങ്ങൾ ഏത് കാര്യം ഉദ്ദേശിച്ച് വ്രതം അനുഷ്ഠിച്ചുവോ അതിന്റെ സാഫല്യം ലഭിക്കണമെങ്കിൽ അതിന് നിങ്ങൾക്ക് അർഹത നേടണം. ആ അർഹത ഇപ്പൊ കുറവുണ്ട്. അതിന് പ്രായശ്ചിത്തമായിട്ട് ഇതാണ് ചെയ്യേണ്ടത്. ഇതിലൂടെ ഭഗവാൻ ആ വ്രതത്തിന്റെ മാഹാത്മ്യം അത് പൂർത്തീകരിക്കണമെങ്കിൽ അതിന്റെ എന്താ പറയുക, ലംഘിക്കാതെ, വ്രത നിയമങ്ങൾ ലംഘിക്കാതെ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മളെ ഓർമ്മിപ്പിച്ചു. മാത്രമല്ല ഇവർക്ക് എത്രത്തോളം ഭഗവാനോടുള്ളതായിട്ടുള്ള ഭക്തിയും അഥവാ കമ്മിറ്റ്മെന്റുമുണ്ട്, അവരുടെ വ്രതം ആത്മാർത്ഥമായിട്ടാണ് അവർ ചെയ്തത്, അവർക്കതിൻ്റെ ബലം ലഭിക്കണമെന്ന് ആഗ്രഹമുണ്ട്, ഭഗവാനെ ഭർത്താവായി ലഭിക്കണം, അതിനുവേണ്ടി ഏതറ്റം വരെയും ഞങ്ങൾ പോകും, ഞങ്ങൾക്ക് എന്ത് നഷ്ടപ്പെട്ടാലും ഞങ്ങൾ സർവസ്വവും അതിനുവേണ്ടി ഉപേക്ഷിക്കാൻ തയ്യാറാണ്, ഏറ്റവും വലുതാണ് മാനം, ആ മാനത്തെ പോലും ഞങ്ങളിതാ വെടിയുന്നു എന്നവര് തെളിയിക്കാൻ വേണ്ടി അവർക്ക് അവസരം കൊടുക്കുകയാണ്. അപ്പൊ ഇതിലൂടെ അവരുടെ ദേഹാഭിമാനം പൂർണ്ണമായി ഭഗവാൻ നീക്കി അവരെ എന്താ പറയുക, സന്യാസിനികളാക്കി മാറ്റി, ദേഹബോധമില്ലാത്തവരാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്, സന്യാസിനിമാരാക്കി മാറ്റുകയാണ്. അപ്പോൾ ഭഗവാൻ ഇങ്ങനെയൊക്കെ ആവശ്യപ്പെട്ടു. ഇവരെന്ത് ചെയ്തു എന്ന് പറയണം. ഇത്യച്യുതേനാഭിഹിതം പ്രജാബലാഃ മത്വാ വിവസ്ത്രാപ്ലവനം വ്രതച്യുതിം തൽപൂർത്തികാമാസ്തദശേഷകർമ്മണാം സാക്ഷാത്കൃതം നേമുരവദ്യമൃത്യതഃ. ഇത്യച്യുതേനാഭിഹിതം പ്രജാബലാഃ മത്വാ വിവസ്ത്രാപ്ലവനം വ്രതച്യുതിം തൽപൂർത്തികാമാസ്തദശേഷകർമ്മണാം സാക്ഷാത്കൃതം നേമുരവദ്യമൃത്യതഃ. അപ്പൊ ഇതി അച്യുതേന അഭിഹിതം വ്രജാബലാഃ വിവസ്ത്ര ആപ്ലവനം വ്രതച്യുതിം മത്വാ തത്പൂർത്തികാമാഃ തദശേഷകർമ്മണാം സാക്ഷാത്കൃതം നേമുഹു യതഃ സഹ അവദ്യമൃക്ക്. ഇതി അച്യുതേന അഭിഹിതം, ഇപ്രകാരം അച്യുതനാൽ
അല്ലെ? ഭഗവാൻ ഒരു ചുതിയുമില്ലാത്തവനാണ്, ധർമ്മച്യുതിയുമില്ലാത്തവനാണ്, ധർമ്മമൂർത്തിയാണ് ഭഗവാൻ. അങ്ങനെയുള്ള ഭഗവാനാൽ അഭിഹിതം പറയപ്പെട്ടതിനെ കേട്ടിട്ട് വ്രജാബലാഹ, വ്രജസ്ത്രീകൾ, വ്രജത്തിലെ അബലകൾ, വിവസ്ത്രാപ്ലവനം വ്രതച്യുതിം മത്വ. വിവസ്ത്ര ആപ്ലവനം, നമ്മള് വസ്ത്രങ്ങളില്ലാതെ നഗ്നരായി മുങ്ങിക്കുളിച്ചു, വെള്ളത്തിൽ കളിച്ചു. ആ കാര്യം വ്രതച്യുതിം മത്വ, ഇത് വ്രതച്യുതിയാണെന്ന് വിചാരിച്ചിട്ട് ഭഗവാൻ പറഞ്ഞതിനെ അക്ഷരാർത്ഥത്തിൽ അവർ സത്യസന്ധമായി വിശ്വസിക്കണം. അതാണ് അവരുടെ ഭക്തി, അവരുടെ നിഷ്കപടത, നിഷ്കളങ്കത, ശ്രദ്ധ. ഭഗവാൻ പറഞ്ഞു, ധർമ്മമൂർത്തിയായ അച്യുതനാണ് പറയുന്നത്, അതനുസരിക്കുക മാത്രമാണ് നമ്മൾ ചെയ്യേണ്ടത്. അതിനെക്കുറിച്ച് മറ്റൊരു ചോദ്യമില്ല, മറ്റൊരു ചിന്തയില്ല. അതാണ് അത് വ്രതച്യുതിം മത്വ, നമ്മൾ ചെയ്തത് വ്രതലംഘനമാണ്, വ്രതത്തിൽ വീഴ്ച പറ്റിയിരിക്കണു എന്ന് അറിഞ്ഞുകൊണ്ട്, വിചാരിച്ചുകൊണ്ട് തത് പൂർത്തികാമാഹ, എങ്കിൽ പിന്നെ അത് പൂർത്തീകരിക്കണമല്ലോ. ഞങ്ങൾ എന്തുദ്ദേശിച്ചിട്ടാണ് ഈ വ്രതം അനുഷ്ഠിച്ചത്, അത് നമുക്ക് ലഭിക്കണമെങ്കിൽ നമുക്കത് അത്രയും പ്രിയപ്പെട്ടതാണല്ലോ, ഭഗവാനെയാണല്ലോ കിട്ടേണ്ടത്. അപ്പൊ അതിന് പൂർത്തികാമാഹ, വ്രതത്തിന്റെ പൂർത്തിയെ ആഗ്രഹിക്കുന്നവരായിട്ട് തദശേഷ കർമ്മണാം സാക്ഷാത്കൃതം നേമുഹു, നേമുഹു നമിച്ചു. ആരെ നമിച്ചു? തദശേഷ കർമ്മണാം സാക്ഷാത്കൃതം. ആ കർമ്മം മാത്രമല്ല, എല്ലാ കർമ്മങ്ങളുടെയും സാക്ഷാത്കാര രൂപനായിരിക്കുന്ന, സാക്ഷാൽ ഫലരൂപനായിരിക്കുന്ന, എല്ലാ കർമ്മങ്ങൾക്കും ഫലം കൊടുക്കുന്നവനായിരിക്കുന്ന ആ ഭഗവാനെ നമസ്കരിച്ചു. കാരണം എല്ലാ ദേവതകളും ഭഗവാനിൽ അടങ്ങിയിരിക്കുന്നു. അഗ്നി ഭഗവാനോ വരുണ ഭഗവാനോ മറ്റു ദേവതകളോ ആരൊക്കെ ഉണ്ടോ അവരൊക്കെ പ്രസാദിക്കാൻ സർവ്വദേവതാസ്വരൂപനായ ഈ അച്യുതനെ നമസ്കരിച്ചാൽ മതി എന്ന് ആ ഗോപികമാർക്ക് തോന്നി. ഗോപികമാര് ഭഗവാനെ മനസ്സിലാക്കിയിരിക്കുന്നു എന്നർത്ഥം. അതുകൊണ്ടാണ് ഭഗവാൻ അച്യുതൻ പറഞ്ഞതിനെ അക്ഷരം പ്രതി അവര് അനുസരിച്ചത്. ചിലപ്പോൾ ചിലർക്കൊക്കെ ചില ചിന്തകളൊക്കെ ഇടയ്ക്ക് വരുന്നുണ്ടെങ്കിലും അവരിപ്പോ കൂടുതൽ കൂടുതൽ ഭഗവാന്റെ മഹിമയെ ഉണരുകയാണ്. ആ ഭഗവാനെയാണ് അവർ നമസ്കരിക്കുന്നത്. അശേഷ കർമ്മണാം സാക്ഷാത്കൃതം നിയമഹു, എല്ലാ കർമ്മങ്ങളുടെയും സാക്ഷാത് ഫലരൂപനായിരിക്കുന്ന പരമപുരുഷാർത്ഥമൂർത്തിയായിരിക്കുന്ന ആ ഭഗവാനെ അവർ നമസ്കരിച്ചു. യതഃ എന്തെന്നാൽ, എന്തിനാപ്പ ഭഗവാനെ നമസ്കരിച്ചത്? സഹ അവദ്യമൃക്ക്, അവദ്യമൃക്യതഃ, അവദ്യമൃക്ക് എന്ന് പറഞ്ഞാല് അവദ്യത്തെ മാർജനം ചെയ്യുന്നവൻ. മാർജനം ചെയ്യാന്ന് പറഞ്ഞാൽ വൃത്തിയാക്കുക, കഴുകിക്കളയുക, തുടച്ച് വൃത്തിയാക്കുക എന്നൊക്കെ അർത്ഥമാണ്. ഏതിനെ? അവദ്യം. അവദ്യം എന്ന് പറഞ്ഞാൽ ദോഷം. അനവദ്യം ദോഷരഹിതം, അവദ്യം ദോഷം. അപ്പൊ എന്ത് ദോഷമുണ്ടെങ്കിലും, ഏത് കർമ്മദോഷം ഉണ്ടെങ്കിലും, അല്ലേ, നമ്മൾ ഏത് കർമ്മം ചെയ്തിട്ടും അതിലെന്ത് ദോഷമുണ്ടെങ്കിലും ഭഗവാന്റെ നാമം ചൊല്ലി സമർപ്പിച്ചാൽ മതി. അതിനാണ് അവസാനം കായേന വാച മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാവാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി എന്ന് സമർപ്പിക്കുന്നത്. അപ്പൊ ഭഗവാനിൽ സമർപ്പിച്ചു കഴിഞ്ഞാൽ ഭഗവാൻ സർവദോഷങ്ങളെയും നീക്കുന്നവനാണ്. അവദ്യമൃക്ക്, അവദ്യങ്ങളെ മാർജനം ചെയ്യുന്നവൻ, ദോഷങ്ങളെ ദൂരീകരിക്കുന്നവൻ. അപ്പൊ നമ്മൾക്ക് എന്ത് ദോഷമുണ്ടെങ്കിലും അതെല്ലാം ശുദ്ധീകരിച്ച് ആ ഭഗവാൻ നമ്മളുടെ ഉദ്ദേശിച്ചതായിട്ടുള്ള ഫലത്തെ നൽകി അനുഗ്രഹിക്കും, ഉറപ്പ് എന്ന് കരുതിക്കൊണ്ട് വിശ്വാസപൂർവം ശ്രദ്ധാപൂർവം ആ ഗോപസ്ത്രീകൾ ഭഗവാനെ തൊഴുത് അഞ്ജലി കുപ്പിക്കൊണ്ട് ഭഗവാനെ നോക്കി നമസ്കാരം ചെയ്തു ഭൂമിയിൽ. അപ്പോ ദേഹാഭിമാനമുള്ളവർ വസ്ത്രം ധരിച്ച് ജലാശയങ്ങളിൽ ഇറങ്ങാവൂ, കുളിക്കാവൂ. ദേഹാഭിമാനം പോയിട്ടുള്ളവർക്ക് മാത്രമുള്ളതാണ് വിവസ്ത്രരായിട്ട് കുളിക്കാനുള്ള ലൈസൻസ്. കൊച്ചു കുട്ടികൾ, ദേഹാഭിമാനം വെക്കാത്ത, അഭിമാനമില്ലാത്ത കുട്ടികൾ. കുട്ടികൾക്ക് അഭിമാനം വെച്ചു കഴിഞ്ഞാൽ കുട്ടികളും നഗ്നരായി കുളിക്കാൻ ഇഷ്ടപ്പെടില്ല. ഉടനെ അണ്ടർവെയറൊക്കെ ധരിച്ചേ കുളിക്കുള്ളൂ കുട്ടികൾ, അല്ലേ? അപ്പോൾ ദേഹാഭിമാനം ഇല്ലാത്ത കുട്ടികൾക്കും ദേഹാഭിമാനം ഇല്ലാത്ത സന്യാസിമാർക്കും മാത്രമാണ് നഗ്നരായി കുളിക്കാനുള്ള
ലൈസൻസ്, അനുവാദം. നമ്മളിനിപ്പോൾ കുംഭമേള വരാനിരിക്കണം പ്രയാഗയിൽ അല്ലേ? അപ്പോൾ ഇത്രയും സന്യാസിമാര് ഇവരൊക്കെ ധർമ്മം അറിയാത്തവരാണോ? ഇവരൊക്കെ എന്താ നഗ്നരായിട്ട് ചെന്ന് കുളിക്കുന്നത് എന്ന് മൂഢജനങ്ങൾ ഇനിയും ചോദ്യം ചോദിക്കാം. അവര് വെള്ളത്തിൽ നഗ്നരായി ഇറങ്ങുന്നതിന് മുമ്പ് വലിയൊരു പ്രൊസഷനായിട്ടാണ് വരുന്നത് നഗ്നതയോട് കൂടിയിട്ട്. വഴിനീളെ എത്രയോ ലക്ഷക്കണക്കിന് ആളുകൾ നിന്ന് അവരെ തൊഴുകയും പൂജിക്കുകയും അവരുടെ നേരെ പുഷ്പങ്ങൾ വർഷിക്കുന്നു. അവർക്ക് പല മാലകൾ ചിലർ എറിഞ്ഞു കൊടുക്കുന്നു. അതുപോലെ അവർക്ക് നാണയങ്ങൾ അവരുടെ നേരെ വർഷിക്കുന്നു, നോട്ടുകെട്ടുകൾ വർഷിക്കുന്നു. ഇതൊക്കെ കാണാം നമുക്ക് കുംഭമേളയ്ക്ക് ഈ സാഹി സ്നാനം എന്ന് പറയുന്ന വിശേഷ ദിവസങ്ങളിൽ, അമാവാസി ദിവസങ്ങൾ, പൗർണമി ദിവസങ്ങൾ, അതുപോലെ ശിവരാത്രി മുതലായിട്ടുള്ള വിശേഷ ദിവസങ്ങളിൽ ഘോഷയാത്രയായിട്ടാണ് ഈ സന്യാസിമാർ വരിക. അപ്പൊ അവരും എല്ലാവരും നഗ്നരായിരിക്കും. അപ്പൊ അവരുടെ നേരെ ഈ പറഞ്ഞ പൈസയൊക്കെ എറിഞ്ഞാൽ അവർ മൈൻഡ് ചെയ്യുക പോലും ഇല്ല. ആ സമയത്ത് അവരതൊന്നും തിരിഞ്ഞു നോക്കുക പോലും ഇല്ല. അതൊക്കെ വഴി കിടക്കും, അത് വേണ്ട പിച്ചക്കാര് എടുത്തിട്ട് പോവാം. അപ്പൊ അവര് ഞങ്ങൾക്കിതാ ദേഹാഭിമാനമില്ല എന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞ് തെളിയിച്ചിട്ടാണ് നഗ്നരായിട്ട് ചെന്ന് ഗംഗാനദിയിൽ ഇറങ്ങി കുളിക്കുന്നത്. അപ്പൊ ദേഹാഭിമാനം ഇല്ലാത്തവർക്കുള്ളതാണ് നഗ്നരായിട്ട് സ്നാനം ചെയ്യാനുള്ള അനുമതി. ഇത് അണ്ടർലൈനിട്ട് മനസ്സിലാക്കുക. ഇവിടെ ഇപ്പോ ഇവര് നഗ്നരായി കുളിച്ചു, അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ദേഹാഭിമാനമില്ല എന്ന് ഞങ്ങളിതാ പ്രഖ്യാപിക്കുന്നു, തെളിയിക്കുന്നു. അതാണ് അവര് നഗ്നതയോടുകൂടെ കൈകൾ കൂപ്പി നമസ്കരിക്കുന്നതിലൂടെ പ്രഖ്യാപിച്ചത്. ഞങ്ങളും ഇതാ ദേഹാഭിമാനത്തെ ഉപേക്ഷിച്ചിരിക്കുന്നു, ഞങ്ങളും ആ നഗ്ന സന്യാസിമാരെ പോലെ ആയിരിക്കുന്നു. ഞങ്ങളിതാ ഭഗവാനിൽ സർവസ്വവും സമർപ്പിച്ച സന്യാസിനികളാണ്. സർവധർമാൻ പരിത്യജ്യ മാമേകം ശരണം വ്രജ അഹം ത്വാ സർവപാപേഭ്യോ മോക്ഷയിഷ്യാമി മാ ശുചഃ. ഭഗവാൻ ഈ ഉപദേശം ഗീതയിൽ കൊടുക്കാൻ പോകുന്നേ ഉള്ളൂ. പക്ഷേ ഗോപികമാര് അത് സ്വീകരിച്ചു കഴിഞ്ഞു. ഗോപികമാർ ഇതിനെ അക്ഷരാർത്ഥത്തില് ഭഗവാന്റെ ഉപദേശങ്ങളെ അനുസരിക്കാൻ തയ്യാറാണ്. ഭഗവാൻ എന്തു പറഞ്ഞാലും അത് പാപമല്ല, അതവർക്കറിയാം. അതാണ് സർവധർമാൻ പരിത്യജ്യ മാമേകം ശരണം വ്രജ അഹം ത്വാ സർവപാപേഭ്യോ മോക്ഷയിഷ്യാമി. അപ്പോ നഗ്നരായി നടക്കുന്നത് പാപമാണെങ്കിൽ ഇതപ്പോ ഭഗവാൻ പറയണു നഗ്നത പ്രകടിപ്പിച്ചുകൊണ്ട് നമസ്കരിക്കാൻ. അപ്പൊ ഭഗവാൻ തന്നെ എല്ലാ പാപങ്ങളിൽ നിന്നും ഞങ്ങളെ മോചിപ്പിക്കും. ഈ ഒരു ഉറപ്പാണ് അവർക്കുള്ളത്. അതുകൊണ്ട് അവർ സർവസ്വവും ഭഗവാനിൽ സമർപ്പിക്കുന്ന ആ ഒരു രംഗമാണിത്. അവരുടെ സർവസ്വവും ഭഗവാനിൽ സമർപ്പിച്ച് ഭഗവാനെ നമസ്കരിക്കുകയാണ്, ഒരു സന്യസ്തകളായി തീരുകയാണ്. ഇത്യച്യുതേനാഭിഹിതം പ്രജാബലാഃ മത്വാ വിവസ്ത്രാപ്ലവനം വ്രതച്യുതിം തത്പൂർത്തികാമാസ്തദശേഷകർമ്മണാം സാക്ഷാത്കൃതം നേമു അവദ്യമൃഗ്യതഃ. അതോടുകൂടി അവരുടെ എല്ലാ ദോഷവും നീങ്ങി ഭഗവാൻ പരിപൂർണമായി അവരെ ഏറ്റെടുത്തു കഴിഞ്ഞു. അവരുടെ സർവ തെറ്റുകളും ഭഗവാൻ ക്ഷമിച്ച് അവരെ പരിശുദ്ധകളാക്കി മാറ്റി, ഭഗവാന്റെ പ്രിയപ്പെട്ട ഭക്തകളാക്കി മാറ്റി കഴിഞ്ഞു. വലിയൊരു എന്താ പറയുക, ഒരു ട്രാൻസ്ഫോർമേഷൻ ഇതിലൂടെ ഗോപികമാരില് ഉണ്ടായി എന്നർത്ഥം. താസ്തദാവനതാ ദൃഷ്ട്വാ ഭഗവാൻ ദേവകീസുതഃ വാസാംസി താഭ്യഃ പ്രായച്ഛത് കരുണസ്തേന തോഷിതഃ. താസ്തദാവനതാ ദൃഷ്ട്വാ ഭഗവാൻ ദേവകീസുതഃ വാസാംസി താഭ്യഃ പ്രായച്ഛത് കരുണസ്തേന തോഷിതഃ. ഇപ്പൊ ദേവകീസുതഃ ഭഗവാൻ, ദേവകീപുത്രനായ ഈ ഭഗവാൻ തഥാ അവനതാഹ താഹ ദൃഷ്ട്വാ, തഥാ ഭഗവാൻ പറഞ്ഞതുപോലെ അപ്രകാരം അവനതകളായ നമസ്കരിച്ചു കിടക്കുന്നവരായ താഹ ദൃഷ്ട്വ, ആ ഗോപികമാരെ കണ്ടിട്ട്
തേന തോഷിത, അവരുടെ ആ പ്രവൃത്തി കൊണ്ട് സന്തുഷ്ടനായി, തോഷിതനായി, കരുണ, ഭഗവാൻ അവരോട് കാരുണ്യം ഭാവിച്ചു. എത്ര നിഷ്കളങ്കകളാണ് ഈ ഗോപികമാർ! ഞാൻ പറയുന്നത് അക്ഷരം പ്രതി അനുസരിക്കുന്നുവല്ലോ, അവർക്കിപ്പോൾ ദേഹാഭിമാനം പോലും ഇല്ലാതെയായി എന്ന് ഭഗവാൻ അവരുടെ നേരെ കാരുണ്യം കാണിക്കുകയാണ്. കരുണ താഭ്യ വാസാംസി പ്രായച്ചത്, അവർക്കായിക്കൊണ്ട് ഭഗവാൻ വസ്ത്രങ്ങളെ നൽകി. ഇപ്പൊ കരുണാപൂർവമാണ് ഭഗവാൻ അവർക്ക് വസ്ത്രങ്ങളെ നൽകുന്നത്. ഭഗവാൻ അവരുടെ ഭക്തിയെ പൂർണ്ണമായി അംഗീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു. അവരുടെ നിഷ്കളങ്കതയെ ഭഗവാൻ ഉൾക്കൊണ്ടു കഴിഞ്ഞിരിക്കുന്നു. ഭഗവാൻ അവരോട് പറയുന്നു അനുഗ്രഹിച്ചുകൊണ്ട്, യാതാബലാവ്രജം സിദ്ധാഹ മയേ മേരംസ്യ ദക്ഷപാഹ യദുദ്ദിശ്യ വ്രതമിദം ചേരു ആര്യാർച്ചനം സദീഹി. യാതാബലാവ്രജം സിദ്ധാഹ മയേ മാരംസ്യ ദക്ഷപാഹ യദുദ്ദിശ്യ വ്രതമിദം ചേരുരാര്യാർച്ചനം സദീഹി. ഭഗവാൻ അവരോട് അനുഗ്രഹ വാക്കുകൾ പറയണ. അബലാഹ, അല്ലയോ അബലകളെ, സ്ത്രീകളെ എന്നർത്ഥത്തില്. വ്രജം യാത, നിങ്ങൾ വ്രജത്തിലേക്ക് പൊക്കോളൂ, ഗോകുലത്തിലേക്ക് തിരിച്ചു പൊക്കോളൂ. സിദ്ധാഹ, നിങ്ങൾ സിദ്ധരായിരിക്കുന്നു. നിങ്ങൾ എന്തിനു വേണ്ടി വ്രതം അനുഷ്ഠിച്ചുവോ അതിന്റെ ഫലം നിങ്ങൾക്ക് സിദ്ധിച്ചിരിക്കുന്നു. സിദ്ധാഹ ഇമാക്ഷപാഹ മയാരംസ്യധ. ഇമാക്ഷപാഹ, ഇനി വരുന്ന രാത്രികളിൽ, ഈ രാത്രികളിൽ നിന്നാണ്, ഈ രാത്രികളിൽ മയാരംസ്യഥ, എന്റെ കൂടെ നിങ്ങൾ രമിക്കും. യൂയം രംസ്യഥ, നിങ്ങൾ രമിക്കും. സതീഹി, അല്ലയോ സതികളെ, പതിവ്രതകളെ എന്നാണ് വിളിക്കുന്നത്. നിങ്ങൾ പതിവ്രതകൾ തന്നെയാണ്. യത് ഉദ്ദിശ്യ ആര്യാർച്ചനം ഇതം വ്രതം ചേരുഹു. ഏതുദ്ദിശ്യ, ഏതൊന്നും ഉദ്ദേശിച്ചിട്ടാണോ നിങ്ങൾ വ്രതമിതം, ഈ വ്രതത്തെ, ആര്യാർച്ചനം, ഞാൻ മിസ് ചെയ്തു, ഓ സോറി, 22 വിട്ട് ഞാൻ ഒരു പേജേ വിട്ടുപോയി. സോറി 22 വരണം. ദൃഢം പ്രലബ്ധാസ്ത്രപയാച പിതാഃ പ്രസ്തോഭിതാ ക്രീഡനവത്സകാരിതാഃ വസ്ത്രാണി ചൈവാപഹൃതാന്യഥാപ്യമും താനാഭ്യസൂയൻ പ്രിയസംഗനിർവൃതാഃ. ദൃഢം പ്രലബ്ധാസ്ത്രപയാച പിതാഃ പ്രസ്തോഭിതാ ക്രീഡനവത്സകാരിതാഃ വസ്ത്രാണി ചൈവാപഹൃതാന്യഥാപ്യമും താനാഭ്യസൂയൻ പ്രിയസംഗനിർവൃതാഃ. സോറി, ഇവിടെ കാറ്റത്ത് ഫാനിന്റെ കാറ്റ് ഇവിടെ ഈ സൈഡിൽ നിന്ന് അടിച്ചുകൊണ്ട് പേജ് മറിക്കുന്നുണ്ടേ. ഞാൻ അറിയാതെ പേജ് മറിഞ്ഞതാണ്. അപ്പോ ഭഗവാൻ അവരോട് പറയണം, ദൃഢം പ്രലബ്ധാഃ, ഞാൻ നിങ്ങളെ അത്യന്തം കളിയാക്കി, അല്ലെങ്കിൽ നിങ്ങളെ അല്പം വിശ്വസിപ്പിച്ചു, വഞ്ചിച്ചു എന്നൊക്കെ അർത്ഥത്തിലാണ് പറയുന്നത്. അത്യന്തം, ഏറ്റവും അധികം ഞാൻ നിങ്ങളെ വിശ്വസിപ്പിച്ച്, എന്നെ വിശ്വസിച്ച് നിങ്ങൾ ഇതൊക്കെ ചെയ്തുവല്ലോ. അപ്പൊ അതൊരു വിശ്വാസം വഞ്ചനയാണ് എന്ന അർത്ഥത്തിൽ ഭഗവാൻ പറയണം, ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടും നിങ്ങൾ അതൊക്കെ അനുസരിച്ചുവല്ലോ എന്നതിനെ പുകഴ്ത്തി പറയാൻ വേണ്ടിയിട്ടാണ്. അല്ലാതെ ഇപ്പൊ ഭഗവാൻ ഇവിടെ വഞ്ചനയൊന്നും ചെയ്തിട്ടില്ല, എങ്കിലും സ്വയം അത് പറയണം. ദൃഢം പ്രലബ്ധാഃ, നിങ്ങൾ അത്യന്തം വഞ്ചിതരായി. ത്രപയാ ഹാപിതാഃ, ത്രപ ലജ്ജയാൽ, ഹാപിതാഃ ലജ്ജയെ ഉപേക്ഷിച്ചവരായി എന്നർത്ഥം. ലജ്ജയാ ഉപേക്ഷിതാഃ, ലജ്ജയെ വെടിഞ്ഞവർ എന്നർത്ഥം. നിങ്ങൾ ലജ്ജയെ ഉപേക്ഷിച്ചവരായി. പ്രസ്തോഭിതാഃ, നിങ്ങൾ കളിയാക്കപ്പെട്ടവരായി, പരിഹസിക്കപ്പെട്ടവരായി. പ്രസ്തോഭിതാഃ ക്രീഡനവത് കാരിതാഃ, വല്ല കളിപ്പാട്ടങ്ങളെ പോലെ ചെയ്യപ്പെട്ടു.
നിങ്ങളെ ഞാൻ എൻ്റെ കയ്യിലെ കളിപ്പാട്ടങ്ങളെ പോലെയാക്കി. ഇപ്പോൾ ഭഗവാൻ ഒരു അപരാധം ചെയ്തതുപോലെയാണ് അവരോട് പറയുന്നത്. കാരണം ഇതൊക്കെ അവരുടെ മഹത്വത്തെ എടുത്തു പറയാൻ വേണ്ടിയിട്ടാണ്. അല്ല ഭഗവാൻ അപരാധം ചെയ്തു എന്നുള്ളതല്ല. അതിന് ഇങ്ങനെയൊക്കെ പരീക്ഷിച്ചിട്ടും, ഞാൻ ഇങ്ങനെയൊക്കെ പരീക്ഷിച്ചിട്ടും നിങ്ങൾ അതിനെയൊക്കെ അതിജീവിച്ചിരിക്കുന്നു എന്നർത്ഥമാണ്. അപ്പോൾ അവർക്ക് ഭഗവാനോട് എത്ര പ്രേമമുണ്ട് എന്നുള്ളതാണ് അതിന്റെ താല്പര്യം. അപ്പോൾ ദൃഢം പ്രലബ്ധാഹ, നിങ്ങൾ അത്യന്തം വഞ്ചിതരായി, ത്രപയാഹാവിദാഹ, ലജ്ജ ഉപേക്ഷിക്കപ്പെട്ടവരായി, പ്രസ്തോപിതാഹ, പരിഹസിക്കപ്പെട്ടവരായി, ക്രീഡനവത്കാരിതാഹ, കളിക്കോപ്പുകൾ എന്ന പോലെ ചെയ്യപ്പെട്ടു. നിങ്ങളെ ഞാൻ വെറും ഒരു കളിപ്പാട്ടങ്ങളെ പോലെ, പാവകളെ പോലെ ഇട്ട് കളിപ്പിച്ചില്ലേ. വസ്ത്രാണി അപഹൃതാനി, നിങ്ങളുടെ വസ്ത്രങ്ങളെയൊക്കെ ഞാൻ അപഹരിച്ചു, നിങ്ങളുടെ വസ്ത്രങ്ങൾ അപഹരിക്കപ്പെട്ടു. അദാബി, ഇങ്ങനെയൊക്കെ ചെയ്തിട്ടും, ഇത്രയൊക്കെ പരിഹാസങ്ങളും പീഡകളും ഏറ്റിട്ടും, ഇങ്ങനെയൊക്കെ ഞാൻ നിങ്ങളെ പരീക്ഷിച്ചിട്ടും, അദാബി പ്രിയസംഗ നിർവൃതാഹ താഹ അമും ന അഭ്യസൂയന്. വസ്ത്രാണി അപഹൃതാനി അദാബി, എന്നിട്ടും പ്രിയസംഗ നിർവൃതാഹ, ആ പ്രിയന്റെ സംഘം കൊണ്ട് നിർവൃതരായിട്ട്, ഭഗവാന്റെ സാമീപ്യത്താൽ എല്ലാം മറന്ന് ആനന്ദിക്കുന്നവരായിട്ട്, താഹ അമും ന അഭ്യസൂയൻ, താഹ ആ ഗോപികമാര് അമും കൃഷ്ണനോട്, ന അഭ്യസൂയൻ മത്സരം അല്ലെങ്കിൽ അസൂയ, ഏതെങ്കിലും തരത്തിലുള്ള പരിഭവം, ഇതൊന്നും അവർക്ക് ഉണ്ടായില്ല എന്നാണ്. അപ്പൊ ഇത്രയെല്ലാം ചെയ്തിട്ടും, ഭഗവാൻ ഇവരെ ഇങ്ങനെയൊക്കെ പരീക്ഷിച്ചിട്ടും ഗോപകുമാരിമാർക്ക് ഭഗവാന്റെ നേരെ അല്പം പോലും അനിഷ്ടം തോന്നിയില്ല. ഒരു തരത്തിലുള്ള ദ്വേഷമോ പരിഭവമോ പോലും തോന്നിയില്ല. ഒരു ദോഷ വികാരം അവരുടെ ഉള്ളില് ഉണ്ടായില്ല. അത്ര ശുദ്ധരാണ് അവര്, അത്ര സ്നേഹം അവർക്ക് ഭഗവാന്റെ നേരെ ഉണ്ട് എന്നുള്ളതോടെ ശുഖബ്രഹ്മർഷിയുടെ വാക്കുകളാണ്. ഇപ്പൊ ശ്രീ ശുഖബ്രഹ്മർഷി പറയാണ്, ഇവര് അത്യന്തം പരിഹസിക്കപ്പെട്ടു, കളിയാക്കപ്പെട്ടു, കളിപ്പാട്ടങ്ങളെ പോലെയാക്കി, വസ്ത്രങ്ങളെല്ലാം അപഹരിച്ച് നഗ്നകളാക്കി, എന്തെല്ലാം ഭഗവാൻ പരീക്ഷിച്ചു. ആ പരീക്ഷണങ്ങളൊക്കെ അവർ അതിജീവിക്കുകയും എന്നിട്ടും ഭഗവാനെ വെറുക്കാതിരിക്കുകയും ചെയ്തു. എത്ര സ്നേഹമാണ് അവർക്ക്, എന്ത് നിഷ്കളങ്കതയാണ്, എത്ര ശ്രേഷ്ഠരാണ് അല്ലേ. ഭഗവാനേക്കാൾ ഒരുപടി മുകളിലാണോ ഭഗവാന്റെ ഭക്തകൾ ഗോപികമാർ എന്നിവിടെ ശ്രീ ശുഖബ്രഹ്മർഷി തന്നെ പറയുകയാണ്. ദൃഢം പ്രലബ്ധാസ്ത്രപയാചഹാപിതാഃ പ്രസ്തോഭിതാ ക്രീഡനവച്ചകാരിതാഃ വസ്ത്രാണി ചൈവാപഹൃതാന്യഥാപ്യമും താനാഭ്യസൂയൻ പ്രിയസംഗ നിർവൃതാഃ പരിധായ സ്വവാസാംസി പ്രേഷ്ടസംഗമസജ്ജിതാഃ ഗൃഹീതചിത്താനോ ചേലുഃ തസ്മിൻ ലജ്ജായിദേ ക്ഷണാഃ പരിധായ സ്വവാസാംസി പ്രേഷ്ടസംഗം അസജ്ജിതാഃ ഗൃഹീതചിത്താനോ ചേലുഃ തസ്മിൻ ലജ്ജായിദേ ക്ഷണാഃ പ്രേഷ്ടസംഗമസജ്ജിതാഃ. അപ്പോ പരിധായ സ്വവാസാംസി, സ്വകീയങ്ങളായ വാസങ്ങളെ, വസ്ത്രങ്ങളെ എടുത്ത് പരിധാനം ചെയ്തു, ചുറ്റി ഉടുത്തു. അപ്പൊ കിട്ടിയ വസ്ത്രങ്ങൾ, അവരവരുടെ വസ്ത്രങ്ങളെ അവർ ഉടുത്തു. സ്വവാസാംസി പരിധായ പ്രേഷ്ടസംഗമ സജ്ജിതാഹ, പ്രേഷ്ഠനുമായിട്ട് സംഗമത്തിന് സജ്ജിതരായിട്ട്, ഒരുങ്ങിയവരായിട്ട്, മനസ്സുകൊണ്ട് അവർക്ക് പ്രിയതമനായിട്ടുള്ള ഭഗവാനുമായി ഒന്നായി തീരാനുള്ള തയ്യാറായി, അധികാരികളായി എന്നർത്ഥം. മനസ്സുകൊണ്ട് അവർ തയ്യാറായി കഴിഞ്ഞു ഭഗവാനുമായി സംഗം ചെയ്യാൻ. അതാണ് പ്രേഷ്ഠ സംഗമ സഞ്ചിതാഹ, ഭഗവാനുമായി സംഗമിക്കുവാൻ, പ്രിയതമനായ ഭഗവാനുമായി സംഗമിക്കുവാൻ സജ്ജിതർ അഥവാ ഒരുങ്ങിയവരായിട്ട്, കച്ചകെട്ടിയവരായിട്ട്. തസ്മിൻ ലജ്ജായിദേ ക്ഷണാഹ, തസ്മിൻ അവന്റെ നേർക്ക്, കൃഷ്ണനെ ലജ്ജായിദേ ക്ഷണാഹ, ലജ്ജാ വിലസിതമായ ദൃഷ്ടിയോടുകൂടിയവരായിട്ട്, നല്ല ലജ്ജ പ്രകടിപ്പിക്കുന്ന ഒരു എന്താ പറയുക ശൃംഗാര ഭാവത്തോടുകൂടെ, ലജ്ജാവിലാസത്തോടുകൂടെ ഉള്ള ദൃഷ്ടിയോടുകൂടി, ഗൃഹീത ചിത്താഹ, ഭഗവാനാൽ ഗ്രഹിക്കപ്പെട്ട ചിത്തത്തോടുകൂടി, കാന്തം ഇരുമ്പിനെ ആകർഷിക്കും പോലെ ഭഗവാൻ അവരെ പിടിച്ചു കെട്ടിയിട്ടിരിക്കുകയാണ് മനസ്സുകൊണ്ട്.
അപ്പൊ കയറില്ലാതെ കെട്ടിയിട്ടിരിക്കുന്നവര് നോ ചേലുഹു, നോ ചേലുഹു. ചചാല ഏകവചനം, ചേലുഹു ബഹുവചനം. നോ ചേലുഹു, അവരാരും തന്നെ ചലിച്ചില്ല, ഒരാളും ചലിച്ചില്ല അവിടുന്ന്. ഭഗവാന്റെ അടുത്ത ആജ്ഞയ്ക്ക് കാത്തു നിൽക്കും പോലെ, ഭഗവാന്റെ അനുമതിക്ക് കാത്തു നിൽക്കും പോലെ, എന്തിനാ ഭഗവാനുമായി സംഗമിക്കാനുള്ള ഉൾപ്രേരണയോടുകൂടെ അവര് അവിടെ തന്നെ നിന്നു, ചലിച്ചില്ല. ദേഷ്യപ്പെട്ട് ഉടുത്തൊരുങ്ങി അവിടെ നിങ്ങൾ ചവിട്ടിക്കുലുക്കി പോയൊന്നുമില്ല. വീണ്ടും ലജ്ജയോടെ ഭഗവാനെ നോക്കിക്കൊണ്ട് പ്രേമത്തോടുകൂടി ഭഗവാന്റെ അടുത്ത് തന്നെ നിലകൊണ്ടു. പരിധായ സ്വവാസാംസി പ്രേഷ്ടസംഗമ സജ്ജിതാഃ ഗൃഹീതചിത്താ നോ ചേലുഹു തസ്മിൻ ലജ്ജായി ദക്ഷണാഃ താസാം വിജ്ഞായ ഭഗവാൻ സ്വപാദസ്പർശകാമ്യയാ ധൃതവ്രതാനാം സങ്കൽപ്പം ആഹ ദാമോദരോ അബലാഃ. താസാം വിജ്ഞായ ഭഗവാൻ സ്വപാദസ്പർശകാമ്യയാ ധൃതവ്രതാനാം സങ്കൽപ്പം ആഹ ദാമോദരോ അബലാഃ. അപ്പോ താസാം വിജ്ഞായ ഭഗവാൻ, താസാം എന്ത് സങ്കല്പം, താസാം സങ്കല്പം, താസാം ധൃതവ്രതാനാം സങ്കല്പം. ആ വ്രതങ്ങളെ ധരിച്ചിരുന്ന, ഒരു മാസം നീണ്ടുനിന്ന വ്രതമനുഷ്ഠിച്ചവരായ ധൃതവ്രതാനാം താസാം സങ്കല്പം ഭഗവാൻ വിജ്ഞായ, ഭഗവാൻ അറിഞ്ഞിട്ട്. അപ്പൊ എന്താണ് അവരുടെ സങ്കല്പം? സ്വപാദസ്പർശകാമ്യയാ, സ്വപാദസ്പർശം, ഭഗവാന്റെ പാദസ്പർശമാണ് അവർ കാക്ഷിക്കുന്നത്. ഭഗവാൻ തന്റെ കാലുകൊണ്ട് അവരെ സ്പർശിക്കണം, അതിനെ കാക്ഷിച്ചുകൊണ്ട് ആ ധൃതവ്രതകളായ അവരുടെ മനസ്സ്, അവരുടെ സങ്കല്പം ഇതായിരുന്നു. ഇത് മനസ്സിലാക്കിയ ദാമോദര ഭഗവാൻ, ആ ദാമോദരനായ ഭഗവാൻ വിജ്ഞായ അബലാഹ ആഹ, ആ അബലകളോട്, സ്ത്രീകളോട് ഇങ്ങനെ പറഞ്ഞു. അപ്പൊ അവരുടെ ഉദ്ദേശ്യം മനസ്സിലാക്കി അവരെന്താ പോകാതെ എപ്പോഴും വീണ്ടും നിൽക്കുന്നത്, അല്ലെ? കാര്യം കഴിഞ്ഞാൽ പൊക്കൂടെ ആണെങ്കിൽ അവർ പോകുന്നില്ല. അപ്പൊ അവരുടെ ഉള്ളിലിരിപ്പ് എന്താന്ന് ഭഗവാൻ മനസ്സിലാക്കി. എന്നിട്ട് പറയണം, സങ്കൽപ്പോ വിദിത സാധ്യോ ഭവദീനാം മദർശനം മയാനുമോദിതസോസൗ സത്യോ ഭവിതുമർഹതി. സങ്കൽപ്പോ വിദിത സാധ്യോ ഭവദീനാം മദർശനം മയാനുമോദിതസോസൗ സത്യോ ഭവിതുമർഹതി. ഹേ സാധ്യ, അല്ലയോ പതിവ്രതകളെ എന്ന് തന്നെയാണ് വിളിക്കുന്നത്. ഇവിടെ അവർക്ക് പാതിവ്രത്യമുണ്ട്, ഭഗവാനിൽ തന്നെയാണ് അവര് മനസ്സുറപ്പിച്ചത്. ഭഗവാൻ പറയുന്നത് എന്തും വേദവാക്യമായി അനുസരിക്കുന്നു, ഭഗവാനെ തന്നെയാണ് അവർ സർവസ്വമായി ധരിച്ചിരിക്കുന്നത്. അപ്പൊ പതിവ്രതകൾ തന്നെയാണ്. ഹേ സാധ്യ മദർച്ചനം ഭവതീനാം സങ്കല്പ മയാ വിദിത. മദർച്ചനം, എന്റെ ആരാധന നിങ്ങൾ ചെയ്തു, അതില് ഭവതീനാം സങ്കല്പ, നിങ്ങൾ എന്ത് സങ്കല്പിച്ചിട്ടാണ് എന്ന് മയാ വിദിത, എന്നാൽ അറിയപ്പെട്ടിരിക്കുന്നു. എന്താണ് നിങ്ങളുടെ സങ്കല്പം എന്ന് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നു. അനുമോദിത, അതിനെ ഞാൻ അനുഗ്രഹിക്കുകയും ചെയ്തിരിക്കുന്നു. അനുമോദിതം എന്നാൽ ഞാൻ അതിനെ അനുവദിച്ചിരിക്കുന്നു, അനുഗ്രഹിച്ചിരിക്കുന്നു എന്നർത്ഥം. അപ്പൊ അനുമോദിത സഹ അസൗ സത്യ ഭവിതുമർഹതി. ആ സങ്കല്പം, സഹ അസൗ എന്നുള്ളത് ഇവിടെ അസൗ സങ്കല്പ, നിങ്ങളുടെ സങ്കല്പം, നിങ്ങൾ സത്യസന്ധരാണ്, സാധ്വികളാണ്, നിഷ്കളങ്കകളാണ്. അതുകൊണ്ട് തന്നെ സത്യ ഭവിതും അർഹതി, നിങ്ങളുടെ സങ്കല്പം സത്യമായി ഭവിക്കാൻ അർഹതയുള്ളതാണ്. അത് തീർച്ചയായിട്ടും സത്യമായി ഭവിച്ചിരിക്കും. കാരണം നിങ്ങൾ അതിനുള്ള യോഗ്യതയുള്ളവരാണ്. നിങ്ങളുടെ സങ്കല്പങ്ങൾ സത്യമായില്ലെങ്കിൽ നിങ്ങൾക്കല്ല നാണക്കേട്, നിങ്ങൾ ഭജിച്ച ഈശ്വരനായ എനിക്കാണ് നാണക്കേട്. അതുകൊണ്ട് നിങ്ങളുടെ സത്യത്തെ ഞാൻ സാക്ഷാത്കരിച്ച്, നിങ്ങളുടെ സങ്കല്പത്തെ സാക്ഷാത്കരിച്ചു തരും. നമയ്യാവേശിതധിയാം കാമഃ കാമായ കൽപ്പത്തെ ഭർജിതാക്വധിദാധാന പ്രായോ ബീജായ നേഷ്യത്തെ. നമയ്യാവേശിതധിയാം കാമഃ കാമായ കൽപ്പത്തെ ഭർജിതാക്വധിദാധാന പ്രായോ ബീജായ നേഷ്യത്തെ. മയ്യാവേശിതധിയാം കാമഃ കാമായ ന കൽപ്പത്തെ.
മയി ആവേശിതതിയ, എന്നിൽ നല്ലതുപോലെ ഉറപ്പിച്ച ബുദ്ധിയോടുകൂടിയവരുടെ കാമ, അവരുടെ ബുദ്ധിയിലുള്ളതായിട്ടുള്ള കാമം എന്നെ സംബന്ധിച്ച കാമമാണ്, ഈശ്വരനെ സംബന്ധിച്ചിട്ടുള്ള കാമമാണ്. ഈശ്വരനെ സംബന്ധിച്ചിട്ടുള്ള കാമം കാമായന കൽപ്പതേ, അത് കാമമായിട്ട് കണക്കാക്കപ്പെടുകയില്ല. അത് വിഷയഭോഗങ്ങൾക്കുള്ള കാമമല്ലല്ലോ, വിഷയഭോഗത്തിനുള്ള കാമമായിട്ട് കൽപ്പിക്കപ്പെടുന്നില്ല. അതുകൊണ്ട് അത് കാമങ്ങളുടെ പട്ടികയിൽ പെടുന്നതല്ല. ഭഗവത് പ്രാപ്തിക്കായിക്കൊണ്ടുള്ള കാമം, മുമുക്ഷുക്കൾക്കുള്ള മുമുക്ഷ, ഭഗവാനെ അറിയാനുള്ള ജിജ്ഞാസ, ഇതൊന്നും കാമത്തിന്റെ പട്ടികയിൽ പെടില്ല. വിശക്കുമ്പോൾ ഉണ്ടാകുന്ന ബുബുൽസ, അല്ലെങ്കിൽ വെള്ളം കുടിക്കാനുള്ള പിപാസ, അതുപോലെയുള്ളൊരു ആശയല്ല ഇത്. അതുപോലെയുള്ളൊരു ഇച്ഛയല്ല ജിജ്ഞാസയും മുമുക്ഷയും. ഇവിടെ ഭഗവാനെ പ്രാപിക്കുവാനുള്ളതായിട്ടുള്ള ഇച്ഛ ഗോപികമാർക്ക്. അപ്പൊ അത് കാമമായിട്ട് കണക്കാക്കപ്പെടില്ല. ഇത് പരമപുരുഷാർത്ഥമാണ് അല്ലേ, കാമമല്ല. കാമം എന്നുള്ളത് മൂന്നാമത്തെ പുരുഷാർത്ഥമാണ്. ഭഗവാനെ പ്രാപിക്കണം എന്നുള്ളതായിട്ടുള്ള ആഗ്രഹം പരമപുരുഷാർത്ഥമാണ്. അപ്പോ മയി ആവേശിതതിയാം കാമഃ കാമായന കൽപ്പതേ, എന്നിൽ അർപ്പിക്കപ്പെട്ട മനസ്സോടുകൂടിയവരുടെ എന്നെ തന്നെ സംബന്ധിച്ച കാമങ്ങൾ കാമങ്ങളായിട്ട്, അത് വിഷയങ്ങൾക്കുള്ള കാമമായിട്ട് കണക്കാക്കപ്പെടുന്നില്ല. ഏതുപോലെ ഭർജിതാഹ ക്വദിതാഹ ദാനാഹ പ്രായഃ ബീജായന ഇഷ്യത്തെ. ഭർജിതാഹ, ഭർജനം ചെയ്യാമെന്ന വറുക്കുക. അപ്പൊ വറുത്തതും ക്വദിതാഹ വേവിച്ചതും, ക്വതനം ചെയ്യുക വേവിക്കുക. അപ്പൊ വറുക്കുകയോ വേവിക്കുകയോ ഏതെങ്കിലും ചെയ്ത ദാനാഹ ധാന്യങ്ങൾ, ആ ദാനാഹ പ്രായഃ ബീജായന ഇഷ്യത്തെ, അത് പിന്നീട് മുളച്ചു വരാൻ ശക്തിയുള്ളതല്ല. അപ്പോ ഭഗവാനോടുള്ള കാമം എന്ന് പറഞ്ഞാൽ ഒടുക്കത്തെ കാമാണ്. ഇനിയൊരു കാമം ഉണ്ടാവില്ല എന്നർത്ഥം. എല്ലാ കാമങ്ങളും അവസാനിക്കുന്ന കാമമാണ് ഭഗവാനോടുള്ളതായിട്ടുള്ള കാമം. അപ്പൊ നിങ്ങൾക്ക് എന്റെ നേരെയാണ് ആഗ്രഹമുണ്ടായത്, കാമമുണ്ടായത്. അത് വിഷയാശയല്ല, അത് കാമങ്ങളുടെ പട്ടികയിൽ പെടുത്താൻ പറ്റില്ല. എല്ലാ കാമങ്ങളെയും നശിപ്പിക്കുന്ന കാമമാണ് ഈ കാമം. അതാണ് പ്രായഃ ബീജായന ഇഷ്യതേ. ഇത് വേവിച്ചതോ വറുത്തതോ ആയിട്ടുള്ള വിത്തുകൾക്ക് പിന്നീട് ബീജമായി തീരാൻ എന്ന് വെച്ചാൽ പിന്നീട് അത് പ്രത്യുൽപാദന ശേഷി, ആരോഹണ ശേഷി, മുളയ്ക്കാനുള്ള കഴിവ് നഷ്ടപ്പെട്ടിരിക്കുന്നു. അത് പിന്നൊരു വിത്തല്ല അല്ലെ, ധാന്യം അത് വിത്താവുന്നില്ല. അപ്പൊ ധാന്യം എന്ന് പറഞ്ഞാൽ വിത്താവാനുള്ള ചാൻസ് ഉണ്ട്. അത് വറുത്തോ വേവിച്ചോ കഴിഞ്ഞാൽ പിന്നൊരിക്കലും അതിൽ നിന്നും ഒന്നും മുളച്ചു വരില്ല. അപ്പൊ അതുപോലെ നമ്മുടെ കാമം ഭഗവാന്റെ നേരെയാക്കി കഴിഞ്ഞാൽ ആ കാമം വറുത്ത വിത്ത് പോലെയായി തീരും. പിന്നെ അത് മറ്റൊരു കാമത്തെ ജനിപ്പിക്കുകയില്ല. അതുകൊണ്ട് നിങ്ങളുടെ കാമം കാമമല്ല, അത് പരമമായിട്ടുള്ള പുരുഷാർത്ഥത്തിന് വേണ്ടിയിട്ടാണ്. അപ്പോ എന്താ പറയുക, വറുക്കലും വേവിക്കലും ഒക്കെ അഗ്നി കൊണ്ട് ചൂടാക്കലാണ് അല്ലേ. അഗ്നി കൊണ്ട് ചൂടാക്കി കഴിഞ്ഞാൽ പിന്നെ ആ വിത്തിന് മുളയ്ക്കാനുള്ള അതിന്റെ പ്രജനന ശേഷി നശിപ്പിച്ചു. അതുപോലെ ഇവിടെ ഭഗവാനിൽ പ്രവേശിച്ച കാമം അഗ്നിയിൽ വറുത്തതുപോലെ വേവിച്ചതുപോലെ അതിന്റെ കാമശക്തി, ആ കാമത്തിന്റെ പ്രേരക ശക്തിയെല്ലാം നശിച്ചു പോകും എന്നർത്ഥം. പിന്നെയോ അത് ജ്ഞാന ആനന്ദ സ്വരൂപമായി പ്രകാശിക്കും. അല്ലാതെ അത് പിന്നൊരു സംസാരത്തിലേക്ക് നയിക്കുന്നത് അല്ല. ഇതാണ് ഭഗവാൻ പറഞ്ഞതിന്റെ താല്പര്യം. യാതാബലാവ്രജം സിദ്ധാഃ മയേ മാരംസ്യ ദക്ഷപാഃ യദുദ്ദിശ്യ വ്രതമിദം ചേരുരാര്യാർച്ചനം സദീഹി. അതുകൊണ്ട് ഹേ അബലാഹ വ്രജം യാതാ, യൂയം വ്രജം യാതാ, നിങ്ങൾ വ്രജത്തിലേക്ക് പൊക്കോളൂ. സ്ത്രീകളെ നിങ്ങൾ വ്രജത്തിലേക്ക്, ഗോകുലത്തിലേക്ക് മടങ്ങിപ്പൊക്കോളൂ. സിദ്ധാഹ, നിങ്ങൾ സിദ്ധകളായിരിക്കുന്നു. ഇമാ ക്ഷപാഹ മയാ രംസ്യത, ഈ രാത്രികളിൽ, വരുന്ന രാത്രികളിൽ നിങ്ങൾ എന്നോടുകൂടി രമിക്കും. സദീഹി, അല്ലയോ പതിവ്രതകളെ, യദുദ്ദിശ്യ ആര്യാർച്ചനം ഇതം വ്രതം ചേരുഹു,
കാരണം നിങ്ങൾ അത് ഉദ്ദേശിച്ചിട്ടാണല്ലോ ആര്യ എന്ന് പറഞ്ഞാൽ ദേവി, ആ ആര്യായ ദേവിയെ അർച്ചിച്ചുകൊണ്ട് ഈ വ്രതത്തെ നിങ്ങൾ ചരിച്ചുവല്ലോ. ചചാര എന്നുള്ളതിന്റെ ചേരു, നിങ്ങൾ എല്ലാവരും ചരിച്ചു, വ്രതം ചരിച്ചു, ആചരിച്ചു. ദേവിയെ ആചരിച്ചത് ഇത് ഉദ്ദേശിച്ചുകൊണ്ടാണ്. തീർച്ചയായിട്ടും ആ ദേവിയും നിങ്ങളെ അനുഗ്രഹിച്ചിരിക്കുന്നു, നിങ്ങൾക്ക് ഉദ്ദേശിച്ച ഫലം നൽകിയിരിക്കുന്നു. ഞാനും ദേവിയും വേറെ വേറെയൊന്നുമല്ല. എങ്കിലും നിങ്ങൾ ആ ദേവിയെ ഉപാസിച്ചു, ആ ദേവിയെ ഉപാസിച്ചതിന്റെ ഫലമായിട്ട് നിങ്ങൾ ആഗ്രഹിച്ചത് സാധിച്ചിരിക്കുന്നു. യാതാബലാവ്രജം സിദ്ധാമയേ മാരംസ്യ ദക്ഷപാഹ യദുദ്ദിശ്യ വ്രതമിദം ചേരുരാര്യാർച്ചനം സദീഹി. ശ്രീശുക ഉവാച ഇത്യാദിഷ്ടാ ഭഗവതാ ലബ്ധകാമാ കുമാരികാഃ ധ്യായന്ത്യസ്തൽപദാംബോജം കൃച്ഛ്രാദ് നിർവിവിശുർവ്രജം. ശ്രീശുക ഉവാച ഇത്യാദിഷ്ടാ ഭഗവതാ ലബ്ധകാമാ കുമാരികാഃ ധ്യായന്ത്യസ്തൽപദാംബോജം കൃച്ഛ്രാദ് നിർവിവിശുർവ്രജം. ശ്രീശുക ബ്രഹ്മർഷി അത് കഴിഞ്ഞ് ഭഗവാന്റെ വാക്കുകൾ കേട്ട് ഗോപികമാർ എന്ത് ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവിടെ ഈ ഒരു കാർത്യായനീ വ്രതം എന്നുള്ള ഉപാഖ്യാനം പൂർണ്ണമാകുന്നത്. അപ്പൊ ഇത്യാദിഷ്ടാ ഭഗവതാ ലബ്ധകാമാ കുമാരിക ഇതി ഭഗവതാ ആദിഷ്ടാഹ. ഇപ്രകാരം ഭഗവാനാൽ ആദേശിക്കപ്പെട്ടവരായ ലബ്ധകാമാഹ കുമാരികാഹ, അവരുടെ ആഗ്രഹം സാധിച്ചവരാണ്, ആഗ്രഹിച്ചത് സാധിച്ച, കാമം ലഭിച്ചവരായിട്ട്, വരം ലഭിച്ചവരായിട്ട് ആ കുമാരികാഹ തൽപദാംബോജം ധ്യായന്ത്യ, ആ ഭഗവാന്റെ പാദകമലങ്ങളെ തന്നെ ധ്യാനിക്കുന്നവരായിക്കൊണ്ട് കൃച്ഛ്രാദ് വ്രജം നിർവിവിശു. കൃച്ഛ്രാദ് എന്ന് പറഞ്ഞാലോ ക്ലേശിച്ച്, ഇവിടുന്ന് പോകാൻ മനസ്സില്ല, പക്ഷെ ഭഗവാന്റെ ആജ്ഞയെ അനുസരിച്ചല്ലേ പറ്റൂ. ഭഗവാന്റെ ആജ്ഞയെ യന്ത്രപ്പാവകളെ പോലെ അനുസരിക്കുന്നവരാണ് അവർ, പാവങ്ങൾ. അവർക്ക് ഒരു സ്വാതന്ത്ര്യമില്ല, ഭഗവാൻ എന്ത് പറയണോ അതനുസരിക്കുക. അത്ര അവശരാണ് അവർ ഭഗവാന്റെ പ്രേമം കൊണ്ട്. അപ്പൊ അങ്ങനെ എന്തായാലും കൃച്ഛ്രാദ് പോകാൻ അവരുടെ തന്നിഷ്ടം ആണെങ്കിൽ അവരവിടെ നിൽക്കും. ഒരു തന്നിഷ്ടക്കാരല്ല, അവർ ഭഗവാൻ പറയുന്നത് അനുസരിക്കുന്നവരാണ്. അതുകൊണ്ട് വ്രജം നിർവിവിശു, വ്രജത്തിലേക്ക് നിർഗമിച്ചു, പ്രവേശിച്ചു, തിരിച്ചുപോയി എന്ന് പറഞ്ഞ് ഈ കാർത്യായനീ വ്രതം എന്ന കഥ ഇവിടെ അവസാനിക്കുകയാണ്. ഇനി 29-ാം ശ്ലോകം മുതൽ അടുത്ത കഥയുടെ ആരംഭമാണ്. അടുത്ത അധ്യായത്തിലാണ് യജ്ഞപത്നിമാരുടെ അനുഗ്രഹം, അതിലേക്കുള്ള തുടക്കം ഇവിടെ ആരംഭിക്കുന്നു. 29 മുതൽ നമുക്ക് വൈകുന്നേരം പറ്റിയാ നോക്കാം. ഓം കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. ഹരി ഓം. വൈകുന്നേരം നോക്കാം. ഓം ഹരി ഓം.